सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्दतमानतोऽस्मि. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിച്ചു തുടങ്ങേണ്ടത് 14-ാമത്തെ പദ്യം മുതലാണ്. മലയാളം പുസ്തകത്തിലെ 95-ാമത്തെ പേജിൻ്റെ ഒടുവിലാണ് അത് കിടക്കുന്നത്. ഇത്രേശൈ വീട്ടിൽ എന്ന് തുടങ്ങുന്നത്. ആദ്യമേ പറയാം, അതിൻ്റെ അർത്ഥം കിടക്കുന്നത് 15-ാമത്തെ പദ്യത്തിൻ്റെ താഴെയാണ്. ആ പദ്യത്തിൻ്റെ അർത്ഥം കിടക്കുന്നത് നിദ്രൈശൈ വീട്ടിനെരുപ്പും പെരുമ്പടയും മുറ്റി പുറപ്പെട്ടാർ മുറ്റത്തെ പിത്തரை പോൽ നില്ലന്റ് ചൊന്നാലു നിർപ്പരോ അപ്പടിക്കാൻ ഇല്ലർത്തൈ നീത്താർ ഇയൽബ്. സന്യാസം അല്ലെങ്കിൽ ത്യാഗം, അതാണല്ലോ ഈ അധ്യായത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അതുകൊണ്ട് ആ സന്യാസത്തിന്റെ മഹത്വത്തെ തന്നെ പല വീക്ഷണകോണുകളിലൂടെയും വിവരിക്കുകയാണ്. നിദ്രൈശൈ വീട്ടിൽ എന്ന് പറഞ്ഞാൽ, നിദ്ര ചെയ്യുന്ന വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു വീട്ടിൽ ഒരാൾ ഉറങ്ങിക്കിടക്കുകയാണ്. ആ വീട്ടിൽ നെരുപ്പും പെരുമ്പടയും മുറ്റി പുറപ്പെട്ടാർ. നെരുപ്പ് എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ അഗ്നി, തീ എന്നാണ് അർത്ഥം. എന്താ ഇവിടെ പറയുന്നത്? നമ്മളൊരു വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അർദ്ധരാത്രി എന്തോ കാരണത്താൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് വീടിന് തീ പിടിച്ചു എന്നുള്ളത്. പിന്നെ അവിടെ കിടന്നുറങ്ങുമോ? 4 വശത്തും തീ ആളിക്കത്തുകയാണ്. അങ്ങനെ ഉറക്കത്തിൽ നിന്നുണർന്ന ഒരാൾ തനിക്ക് ചുറ്റും അഗ്നി ജ്വലിക്കുന്നതായി കണ്ടിട്ട് എങ്ങനെ എത്രയും പെട്ടെന്ന് ആ വീടിന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുമോ, അതുപോലെ ഉള്ളിൽ വിരക്തി വന്നവൻ കുടുംബത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നു. അയാൾക്ക് പിന്നെ ആ കുടുംബത്തിനകത്ത് ജീവിക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, പുറത്ത് ചാടിപ്പോവും. അതായത് ജീവൻ രക്ഷിക്കാൻ ഒരാൾ എങ്ങനെയാണോ ഈ തീപിടിച്ച വീട്ടിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടുന്നത്, അതുപോലെ വീട് മാത്രമല്ല അദ്ദേഹത്തിന് അഗ്നി, ഈ പ്രപഞ്ചം തന്നെ അഗ്നിയാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം. അതിന്റെ ഒരു പ്രാരംഭ നടപടി എന്ന വണ്ണമാണ് വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് പുറത്ത് കിടന്നാലും പ്രപഞ്ചത്തിനകത്തല്ലേ. പ്രപഞ്ചത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ലല്ലോ. ശരിയാണ്, കുറഞ്ഞ പക്ഷം ഇതിൽ നിന്നെങ്കിലും പുറത്തു ചാടാം. ഇതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ലക്ഷ്യം പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ പുറത്തു കിടക്കുക എന്നുള്ളതാണ്. നിദ്രൈശൈ വീട്ടിനെരുപ്പും. അങ്ങനെ അഗ്നിയാൽ ബാധിക്കപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നയാൾ പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റ് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നത് പോലെയും പെരും പടയും മുറ്റി പുറപ്പെട്ടാർ. ഇനി വേറൊരു ഉദാഹരണം എന്താ പറയുന്നത്? നമ്മൾ ഒരു വീട്ടിൽ കഴിയുകയാണ്, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് തന്നെ വിചാരിക്കും. ശത്രു സൈന്യം എത്തിക്കഴിഞ്ഞു ആക്രമിക്കാൻ. രാജ്യത്തെയാണ് ആക്രമിക്കാൻ വരുന്നത്. അപ്പൊ ആ രാജ്യത്തിലുള്ള ഒരു വീട്ടിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ ശത്രു സൈന്യത്തിന്റെ കയ്യിൽപ്പെട്ടാൽ നമ്മുടെ ജീവന് തന്നെ ആപത്തുണ്ടാവും. അതുകൊണ്ട് എന്താ, എങ്ങനെയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. ഈ ജീവന് വേണ്ടിയുള്ള മരണപ്പാച്ചിലുണ്ടല്ലോ, അത് ശരിക്കും നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെടുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. അതുവരെ ഒന്നും നമുക്കത് പിടികിട്ടില്ല. നമ്മുടെ ജീവൻ ശരിക്കും അപായത്തിലാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം ആ ജീവനെ നിലനിർത്താനുള്ള മനുഷ്യന്റെ വെമ്പലുണ്ടല്ലോ, അത് ദൈവം സഹായിച്ച ആർക്കും വരാതിരിക്കട്ടെ, അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. പെരും പടയും മുറ്റി പുറപ്പെട്ടാർ. വീടിനെ ശത്രു സൈന്യം വളഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ചെറിയ പഴുതിലൂടെയെങ്കിലും, പുറംവാതിലിലൂടെയോ അല്ലെങ്കിൽ മുൻവാതിലിലൂടെയോ അല്ലെങ്കിൽ തട്ടുംപുറത്തൂടെയോ അല്ലെങ്കിൽ കൂര പൊളിച്ചോ ഒക്കെ മനുഷ്യൻ പുറത്ത് കിടക്കാൻ എങ്ങനെ ശ്രമിക്കുന്നുവോ, അതുപോലെയാണ് ഒരു വിരക്തൻ കുടുംബത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നത്. മുറ്റി പുറപ്പെട്ടാൽ
മുറ്റത്തെ. ഈ മുറ്റം എന്നുള്ള വാക്ക് മലയാളം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, ഒന്നാം തരം തമിഴാണ്. പക്ഷേ തമിഴന്മാർക്ക് ഈ മുറ്റം എന്നുള്ള വാക്ക് അറിയില്ല. അതായത് പഴയ തമിഴ് സാഹിത്യം, അതിലാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന പല മലയാള വാക്കുകളും കാണപ്പെടുന്നത്. തമിഴന്മാരത് വിട്ടു, നമ്മളതിപ്പോഴും കൊണ്ടു നടക്കുന്നു. അതാണ് മുറ്റത്തെ. ഓടി മുറ്റത്തേക്ക് ഇറങ്ങിയ ഒരാൾ, വീട്ടിന് പുറത്ത് മുറ്റമാണല്ലോ, ആ മുറ്റത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ അങ്ങനെ ഓടി രക്ഷപ്പെടുന്നു ഒരാളെന്നിരിക്കട്ടെ. പിത്തരൈ പോൽ നില്ലെன்று ചൊന്നാലും നിർഭരോ. ഇങ്ങനെ ജീവിതം നിലനിർത്താൻ വേണ്ടി, ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുറ്റത്ത് ചാടി ഇറങ്ങി ഓടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പുറകിൽ നിന്ന് ചേട്ടാ ചേട്ടാ ഒന്ന് നിൽക്കണേ എന്ന് വിളിച്ചാൽ അവൻ തിരിഞ്ഞു നോക്കുവോ? നില്ലെன்று ചൊന്നാൽ നിർഭരോ. അയാളെ നില്ല് എന്ന് പറഞ്ഞാൽ നിൽക്കുമോ? പിത്തരൈ പോൽ. പിത്തൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ, ഉന്മാദം വന്നവൻ. ഒരു ഭ്രാന്തനെ പോലെയാണ് അയാൾ ജീവനം കൊണ്ടോടുന്നത്. അയാള് പുറകിൽ നിന്നുള്ള ഒരു പിൻവിളിയും ശ്രദ്ധിക്കില്ല. ആര് വിളിച്ചാലും അയാൾ തിരിഞ്ഞു നോക്കില്ല. എന്ത് തന്നെയാവട്ടെ, വീടും തന്റെ സ്വത്തുക്കളും എല്ലാം കത്തി നശിക്കാൻ പോവുകയാണ്. അതിനേക്കാളും വലുതാണ് നമ്മുടെ പ്രാണൻ. പ്രാണരക്ഷയ്ക്കായി മനുഷ്യൻ എന്തും ചെയ്യും. സാധാരണ നമ്മൾ പറയുന്നത് ഒരമ്മ തൻ്റെ ജീവൻ കൊടുത്തും കുഞ്ഞിനെ രക്ഷിക്കുന്നതാണ്. പക്ഷേ ആ നിയമം തെറ്റിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പണ്ടെങ്ങോ ഞാൻ ആരോ പറഞ്ഞു കേട്ടതോ വായിച്ചു കേട്ടതോ ആണ്, വായിച്ചതോ ആണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. കൊടും ചൂട്, ഒരു സ്ത്രീ കൈക്കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പൊള്ളുന്ന മണലിലാണ് നിൽക്കുന്നത്. കുറേ നേരം നിന്നു, ചൂട് സഹിക്ക വയ്യ. കനലിന്റെ പുറത്ത് നിൽക്കുന്നത് പോലെയാണ് ആ സ്ത്രീക്ക് തോന്നുന്നത്. അവരെന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ കൈക്കുഞ്ഞിനെ തറയിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറി നിന്നു. കാരണം ഈ പ്രാണനിലുള്ള കൊതി അത്ര ശക്തമാണ്. ഒരമ്മ ഒരിക്കലും ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യമാണ്. പക്ഷേ ചില സമയത്ത് ചെയ്തു പോകും. ഇനി സ്വന്തം ജീവൻ കൊടുത്ത് കുഞ്ഞിനെ രക്ഷിച്ച ചരിത്രവും നമുക്കുണ്ട്. അപ്പൊ അപൂർവമായിട്ടെങ്കിലും തൻ്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിന്റെ ജീവൻ പോലും ബലി കഴിക്കാൻ തയ്യാറാവുന്നു. മൃഗങ്ങളിലും ഇതേ സ്വഭാവവിശേഷം കാണപ്പെടാറുണ്ട്. മുറ്റത്തെ പിത്തരൈ പോൽ, ഭ്രാന്തന്മാരെ പോലെ പുറത്തേക്ക് ഇറങ്ങി, ഭ്രാന്തനെ പോലെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ആളിനെ പുറകിൽ നിന്ന് നിൽക്കൂ, ഒരു കാര്യം പറയണം, അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്, ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ അയാൾ കേൾക്കാതെ, അല്ലെങ്കിൽ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ പുറത്തേക്ക് പായുമോ? അതുപോലെ അയാൾ നിൽക്കുമോ എന്നാണ്. പുറത്തേക്ക് പായുമോ എന്നല്ല ഇവിടെ പറയുന്നത്. നില്ലെன்று ചൊന്നാലും നിർഭരോ. നില്ല് എന്ന് പറഞ്ഞാൽ അയാൾ നിൽക്കുമോ? അപ്പടി കാൺ, അതുപോലെ മനസ്സിലാക്കിക്കോളൂ. എന്ത്? ഇല്ലറത്തൈ നീത്താർ ഇയൽബ്. ഇല്ലറത്തൈ നീത്താർ, ഗൃഹസ്ഥ ജീവിതത്തെ ഉപേക്ഷിച്ചവരുടെ സ്വഭാവം പെരുമാറ്റവും ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. ഇല്ലറത്തൈ നീത്താർ ഇയൽബ്, ഗൃഹസ്ഥധർമ്മത്തെ ത്യജിച്ചവരുടെ സ്വഭാവവും ഇതുപോലെയാണ്. ഭാര്യ ചിലപ്പോൾ കാൽക്കല് വീണ് കരയും. നിങ്ങൾ പോയാൽ എനിക്ക് ആരാണുള്ളത്? ഞാൻ അനാഥയായി പോവില്ലേ? നിങ്ങളെ മാത്രം വിശ്വസിച്ച് സ്വന്തം വീട് വിട്ടിറങ്ങിയവളല്ലേ? ഒക്കെ ശരി തന്നെ. നീ എന്നെ വിശ്വസിച്ചിറങ്ങി, ഞാൻ ഭഗവാനെ വിശ്വസിച്ചിതാ ഇറങ്ങുന്നു എന്നാണ്. കാരണം നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കേന്ദ്രീകരണം ഏതിലാണോ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യം ഉദാത്തമായ ഒന്നാണെങ്കിൽ അതിനുവേണ്ടി നാം എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാവണം. ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ധാരണയാണ്, ഉറച്ച തീരുമാനമാണ്. ഇങ്ങനെയാണ് ഗൃഹസ്ഥധർമ്മത്തെ ത്യജിച്ചവരുടെ സ്വഭാവം. താരതമ്യേന ഇയൽബ്, സ്വഭാവം. ഇയർക്കൈ എന്ന് പറഞ്ഞാൽ പ്രകൃതി, ഇയൽബ് എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്നർത്ഥം. താരതമ്യേന എളുപ്പമുള്ള ശ്ലോകമാണ്. അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമുക്കതിൻ്റെ മലയാള വ്യാഖ്യാനം വായിക്കാം. അത് കിടക്കുന്നത് 96-ാമത്തെ പേജില് 15-ാമത്തെ പദ്യത്തിന്റെ താഴെയാണ്. ഉറങ്ങിക്കിടക്കവേ വീടിന് തീ പിടിച്ചതായോ ശത്രു സൈന്യം വീട് വളഞ്ഞിരിക്കുന്നതായോ അറിയുന്ന പക്ഷം ജീവരക്ഷയ്ക്കായി ഒരുവൻ ചാടി എണീറ്റ് ഓടിക്കളയുന്നു. ഭ്രാന്തനെ പോലെ അവൻ ഓടുമ്പോൾ അവന്റെ ബന്ധുക്കൾ അവനെ നിർത്തുവാൻ എന്ത് സാന്ത്വനം ഉപയോഗിച്ചാലും അതൊന്നും അവൻ അപ്പോൾ കൂട്ടാക്കുന്നില്ല. അതുപോലെയാണ് ജീവിതം നിത്യമല്ലെന്ന് വിവേകം വന്ന് ഗൃഹം വിട്ട് പായുന്ന
നല്ല തുറവികളുടെ നിലയും. തുറവി സന്യാസി. ആ അവസരത്തിൽ ബന്ധുമിത്രാദികൾ അവനെ ആ സംരംഭത്തിൽ നിന്ന് പിന്മാറ്റുവാൻ എത്ര തന്നെ ഉപദേശിച്ചാലും അവൻ അവയൊന്നിനും ചെവി കൊടുക്കാതെ അകന്നു കളയുന്നു എന്ന് സാരം. അപ്പൊ അയാളുടെ മുമ്പില് ഈ ഉദാത്തമായ ആത്മസാക്ഷാത്കാരം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. മറ്റ് ബന്ധങ്ങളൊന്നും അയാളെ സംബന്ധിച്ച് അവിടെ ഒരു തടസ്സമാവുന്നില്ല. രാമതീർത്ഥ സ്വാമികൾ അങ്ങനെ ഇറങ്ങിപ്പോയി എന്നാണ്. വിവാഹം കഴിച്ചയാളാണ്. 2-3 കുട്ടികളും ഉണ്ടായിരുന്നു. ഞാൻ പോകണമെന്ന് പറഞ്ഞു, സന്യസിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു ഞാനും കൂടെ വരും. ഇല്ല, നിനക്കതൊക്കെ വലിയ ബുദ്ധിമുട്ടായി തീരും, നീ ഇവിടെ ഇരുന്നോ, ജീവിച്ച കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്നോ, അങ്ങില്ലാത്ത ജീവിതം എനിക്ക് എന്തിനാണ്. ശരി, പിന്നെ എൻ്റെ പ്രവൃത്തികളെ നീ ഒരിക്കലും ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞു. ശരി, കൂടെ പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ മൂത്ത കുഞ്ഞ്, അതിനും കണ്ടോ 3-4 വയസ്സോ കണ്ടുണ്ടായിരുന്നു, ആ കുഞ്ഞിനെ ഒരു കടത്തിണ്ണയിൽ ഇരുത്തി. വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അയ്യോ ആ കുട്ടി അത് വളർന്നോളൂന്ന്. നമ്മളെയൊക്കെ നോക്കുന്നില്ലേ ഒരു ഈശ്വരൻ. ആ ഈശ്വരൻ ആ കുട്ടിയെയും വളർത്തിക്കൊള്ളും. വളരെ പ്രയാസപ്പെട്ടാണ് അവര്, എന്നാലും ഒരു 3-4 വയസ്സായല്ലോ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളും. ഇരുന്നോ കഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഔദാര്യത്തിലോ അത് ജീവിച്ചോളും എന്ന് കരുതി മനസ്സോടെ യാത്ര തുടർന്നു. കുറേ ദൂരം പോയപ്പോൾ രണ്ടാമത്തെ കുട്ടി, അത് കൈക്കുഞ്ഞാണ്, ആ കൈക്കുഞ്ഞിനെ എടുത്ത് വഴിയിൽ എവിടെയോ ഒരു മരത്തിന്റെ ഇരുത്തിയിട്ട് വാ നമുക്ക് 2 പേർക്കും പോകാമെന്ന് പറഞ്ഞു. അയ്യോ, കൈക്കുഞ്ഞ് തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നു കളയും, ആരും നോക്കാനില്ല, സ്വയമായിട്ട് അതിന് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ല ഞാൻ പറഞ്ഞ എൻ്റെ ചെയ്തികളെ ഒന്നും ചോദ്യം ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. ആ നിബന്ധനയുടെ പുറത്താണ് നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നത്. ഇപ്പൊ ആ കൊച്ചിനെ ഞാൻ അവിടെ ഉപേക്ഷിക്കാൻ പറയുന്നു, തയ്യാറുണ്ടോ? ഇല്ല, കൈക്കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് വരാൻ എനിക്ക് സാധ്യമല്ല, ഞാനൊരു അമ്മയാണ്. ഒരു കാര്യം ചെയ്യും, അമ്മയും കുഞ്ഞും കൂടെ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇത്ര ക്രൂരമായിട്ടൊക്കെ പെരുമാറാമോ മനുഷ്യൻ? ഇതായിരിക്കും പലരുടെയും ഉള്ളിൽ ഉയരുന്ന ചോദ്യം. ഇത്ര ക്രൂരമാകാമോ? ഇവിടെ ക്രൂരതയുടെ പ്രശ്നമേ ഇല്ല, ഇവിടെ ലക്ഷ്യബോധമാണ്. താൻ മഹത്താണ് എന്ന് തീരുമാനിച്ചുറച്ച കാര്യം, അതിനുവേണ്ടി എന്തിനേയും ത്യജിക്കാൻ മനുഷ്യൻ തയ്യാറാവണം. ആ ലക്ഷ്യം നല്ലപോലെ ചിന്തിച്ച് തീരുമാനിക്കപ്പെടണം എന്നൊരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. അല്പമായതിനു വേണ്ടി എല്ലാറ്റിനെയും ഉപേക്ഷിച്ചിട്ട് പോലും അത് വിഡ്ഢിത്തത്തിന്റെ ലക്ഷണമാണ്. അപ്പോൾ ജ്ഞാനികളല്ല സന്യാസികൾ. സന്യാസം എന്ന് പറയുന്നത് എന്താ? സന്യാസി എന്ന് പറഞ്ഞാൽ ഒരു അരയോ മുക്കാലോ ജ്ഞാനിയാണ്. അല്ലാത്തവന് ത്യജിക്കാൻ മനസ്സ് വരില്ല. അപ്പോ നല്ലപോലെ കാര്യങ്ങളെ വിശകലനം ചെയ്ത് പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വവും ആത്മാവിന്റെ അനശ്വരതയും ഉള്ളില് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഒരാൾ സന്യസിക്കാൻ തന്നെ തയ്യാറാവുന്നത്. അതുകൊണ്ട് ഒരു ജ്ഞാനിയെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഭാര്യയോ കുട്ടികളോ ആരൊക്കെ ഉപദേശിച്ചാലും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല. അടുത്ത പദ്യം വായിക്കാം. കട്ട് നെഹിഴ്ത്ത് വിട്ട കള്ളനെപ്പോർ കങ്കുലിർ പേയ് വെട്ടുകളത്തിൻ വെരുവിനർ പോൽ മുട്ടത്തൊടർന്ന പടൈ പിഴൈത്ത് തോன்ற പോവാർ പോൽ അടങ്ക തുറന്തേകുവാർ. കട്ട് നെഹിഴ്ത്ത് വിട്ട കള്ളനെ പോൽ, കെട്ടഴിച്ച് വിടപ്പെട്ട കള്ളനെ പോലെ. ഒരു വീട്ടിൽ കള്ളൻ കയറി, നാട്ടുകാരെല്ലാം കൂടെ വളഞ്ഞു പിടിച്ചു, അയാളെ കെട്ടിയിട്ടു. അപ്പൊ ആ കെട്ടിയിട്ട ആൾക്കാരിൽ ഒരാൾക്ക് ഈ കള്ളനോട് ദയവ് തോന്നി. അയാൾ പതുക്കെ ആരും അറിയാതെ ഇദ്ദേഹത്തിന്റെ കെട്ടഴിച്ചു വിട്ടു. ആ കള്ളന്റെ പൊടി പോലും പിന്നെ അവിടെ ഉണ്ടാവും. മിൽക്കാന പോലെയായി പോവില്ലേ? പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അയാൾ ജീവനെ കൊണ്ടോടും. ഇല്ലെങ്കിൽ എന്താ, കേസ് വഴക്ക് അതൊക്കെ പോട്ടെ, അടി തല്ല്. ഈ രോഷാകുലരായ ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കെട്ടഴിച്ച് വിടപ്പെട്ട കള്ളൻ എങ്ങനെ ജീവനും കൊണ്ട് സ്ഥലം കാലിയാകുമോ, അതുപോലെയാണ് ഒരു സന്യാസി വീട് വിട്ടിറങ്ങുന്നത്. രക്ഷപ്പെട്ടു. അപ്പൊ ഈ വീട് കുടുംബത്തോട് വലിയ ബന്ധനമാണോ എനിക്കറിയില്ല. വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ സാധാരണ പറയുന്നത്? വീട് എന്ന് പറഞ്ഞാൽ, വീട് കുടുംബം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ സംബന്ധിച്ച് പുരുഷനും കുട്ടികളും, പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയും കുട്ടികളും, ഇത്രയല്ലേ ഉള്ളൂ. അച്ഛനമ്മയൊക്കെ പിന്നെ 2ാം പക്ഷമല്ലേ. ഞാൻ എൻ്റെ ആ അഹന്തയും മമതയും ഈ ജീവിത പങ്കാളിയിലും കുട്ടികളിലുമായി കേന്ദ്രീകരിച്ച് നിൽക്കും. അതിലാണ് തൻ്റെ ജീവിതം. പക്ഷേ ഒരു വിവേകിക്ക് അത് ബന്ധമാണ് എന്ന് തോന്നും.
അപ്പോൾ അദ്ദേഹം വീട് വിട്ടിറങ്ങും. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ്. ഇത് തികച്ചും സ്വാഭാവികം മാത്രം. പക്ഷേ അപൂർവമാണെന്നേ ഉള്ളൂ. വളരെ അപൂർവം ആൾക്കാർ മാത്രമേ അങ്ങനെ വീട് വിട്ട് പുറത്ത് കിടക്കാറുള്ളൂ. കട്ടിനെഴുത്ത് വിട്ട കള്ളനെ പോൽ കങ്കുലിർ പേയ്. കങ്കുലിർ പേയ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന ഭൂതം എന്ന് പറഞ്ഞാൽ ഭ്രമം കൊണ്ട് തോന്നുന്ന ഭൂതം. ഇരുട്ടില് ഒരു ഭൂതത്തെയോ പ്രേതത്തെയോ കണ്ട് ഭയന്ന ഒരാൾ വെളിച്ചമുള്ള ദിക്കിലേക്ക് ഓടിയെത്താൻ നോക്കും. കാരണം ഇരുട്ടാണല്ലോ ഈ പ്രേതത്തിന്റെ ഭ്രമം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വെളിച്ചമുള്ള ദിക്കിലേക്ക് പോയാൽ പിന്നെ ഇരുട്ടില്ല. അപ്പോൾ ഈ ഇരുട്ടിലുള്ള ഭൂതമോ പ്രേതമോ ഒന്നും താൻ കാണില്ല. അങ്ങനെ ഇരുട്ടിലെ പ്രേതത്തെ ഭയപ്പെട്ട് വെളിച്ചത്തിലേക്ക് ഓടുന്നവനെ പോലെയാണ് സന്യാസി, വിവേകി, തുറവി. ഇനി വേറെ ഏതുപോലെ? വെട്ടുകളത്തിൻ വെരുവിനർ പോൽ. വെട്ടുകളത്തിൻ വെരുവിനർ പോൽ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ആക്രമിക്കാൻ തുരത്തുന്ന ശത്രുക്കളെ പോലെ. ആ ശത്രുവിന്റെ കയ്യിൽ നിന്നും ഒരാൾ എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമോ, ഓടി അകലാൻ ശ്രമിക്കുമോ, അതുപോലെ. വേറൊരർത്ഥം പറയുന്നത് ഓരോ തമിഴ് വ്യാഖ്യാനമെണ്ണം ഞാൻ വാങ്ങിച്ചു വെച്ചല്ല, ഒരാളെ തന്നതാണ്. അപ്പൊ അതും കൂടെ വായിച്ചിട്ടാണ് ഞാൻ സാധാരണ ഇങ്ങോട്ട് വരാറുള്ളത്. അപ്പൊ അതിൽ വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ യുദ്ധകളത്തിൽ പൊരുതാൻ വേണ്ടി തന്നെ പിന്തുടരുന്ന സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നത് പോലെ. എങ്ങനെയായാലും ശരി, തന്നെ കൊല്ലാൻ വരുന്ന സൈന്യമോ അല്ലെങ്കിൽ വ്യക്തിയോ അതിൽ നിന്ന് ഒരാൾ എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ ജീവൻ പണയപ്പെടുത്തി ശ്രമിക്കുമോ. അയാൾ എന്തിനാ ജീവൻ പണയപ്പെടുത്തുന്നത്? ജീവൻ രക്ഷിക്കാൻ. നമ്മൾ അങ്ങനെയാണല്ലോ പറയാറുള്ളത്. ജീവൻ പണയപ്പെടുത്തി അദ്ദേഹം വേറൊരാളെ രക്ഷിച്ചു. അതുപോലെ, അതായത് തൻ്റെ ജീവിതത്തെ തൃണവത്ഗണിച്ചുകൊണ്ട്, പുല്ലുപോലെ വരുത്തിക്കൊണ്ട് അദ്ദേഹം വേറൊരാളെ രക്ഷിച്ചു. ഇവിടെ വേറൊരാളെ രക്ഷിക്കാനല്ല, തന്നെ രക്ഷിക്കാനാണ്. തന്നെ രക്ഷിക്കാനായി എന്തും ത്യജിക്കാൻ അദ്ദേഹം സന്നദ്ധനാണ്. ആര്? സന്യാസി. വെട്ടുകളത്തിൻ വെരുവിനർ പോൽ മുട്ടത്തൊടർന്ന പടൈ പിഴയ്ത്ത്. മുട്ടത്തൊടർന്ന എന്ന് പറഞ്ഞാൽ തന്നെ ആക്രമിക്കാൻ വേണ്ടി തുരത്തുന്ന സൈന്യം. അതിൽ നിന്ന് പിഴയ്ത്ത് തോன்ற, അതിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും പ്രത്യക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ, തൻ്റെ ജീവിതം നിലനിർത്താൻ ശ്രമിക്കുന്ന ആളിനെ പോലെ. ഇതൊക്കെ ഉദാഹരണമാണ്. എത്ര കണ്ട് ഒരാൾ ഈ വീടിലുള്ള സംഘം ഉപേക്ഷിച്ച് ഓടി പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളത് പറയാനാണ് ഈ ഉദാഹരണങ്ങളൊക്കെ പറയുന്നത്. മുട്ടത്തൊടർന്ന പടൈ പിഴയ്ത്ത് തോன்ற പോവാർ പോൽ. തൻ്റെ ജീവിതം നിലനിർത്തണം, താൻ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട് മരിക്കാനിടയാകരുത് എന്ന് വിചാരിച്ച് രക്ഷപ്പെടുന്നവരെ പോലെ അടങ്ക തുറന്ന് ഏകുവാർ. അടങ്ക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പൂർണ്ണമായി ഉപേക്ഷിച്ച് തൻ്റേതെന്ന് കരുതുന്നതിൽ ഉള്ള മമതയെ എല്ലാം വിട്ടു. ഒന്നും തൻ്റേതല്ല എന്നൊരു ഭാവം മനുഷ്യന്റെ ഉള്ളിൽ ഉറച്ചാൽ അയാൾക്ക് എന്തിനെയാ ത്യജിക്കാൻ പറ്റാത്തത്? നമ്മൾ ഈ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്, അസാധ്യമാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ മമതയെ വിടാൻ പറ്റുന്നില്ല. ഒരു വസ്തുവിനെ ത്യജിക്കുന്നതിന് മുമ്പ് അതിലുള്ള മമതയെ വേണം ആദ്യം ത്യജിക്കാൻ. ഉള്ളിൽ ഈ എൻ്റെ എന്നുള്ള ഭാവത്തെ വിടാതെ പുറത്ത് ത്യജിച്ചാൽ ആ ത്യാഗം അപകടകരമാണ്. അതുകൊണ്ട് സന്യാസം സ്വീകരിക്കുന്നവർ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കണം. എൻ്റെ കുടുംബത്തിലും എൻ്റെ വസ്തുവകകളിലും എൻ്റേതെന്ന് കരുതുന്ന എല്ലാറ്റിലും എൻ്റെ എന്നുള്ള ഭാവത്തെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അതിന് ശേഷമേ വീട് വിട്ടിറങ്ങാം. അല്ലെങ്കിൽ വീട്ടിനകത്തിരിക്കുന്നതാണ് ആ വ്യക്തിക്ക് നല്ലത്, സമൂഹത്തിന് നല്ലത്. അല്ലെങ്കിൽ സന്യാസത്തിന് ആപത്തുണ്ടാവുന്ന, നമ്മൾ ഒരു വാക്ക് പറയാറുണ്ട്, ആപത് സന്യാസം. ശങ്കരാചാര്യർ ആപത് സന്യാസം നേടിയതാണ്. എന്തുകൊണ്ടാ? ശങ്കരാചാര്യന്റെ അമ്മ സന്യാസത്തിന് അനുവാദം കൊടുത്തില്ല ശങ്കരാചാര്യർക്ക്. കാരണം അവര് വിധവയായിരുന്നു. അപ്പോൾ ഒറ്റ മകനാണ്. അപ്പോൾ ഇവനും കൂടെ സന്യാസം സ്വീകരിച്ചു പോയാൽ വയസ്സുകാലത്ത് എന്നെ ആരും നോക്കും? ഇതാണ് പ്രശ്നം. ഈ ഞാനും എന്റെയും
അതാരായാലും ശരി, ശങ്കരാചാര്യരുടെ അമ്മയായാലും അച്ഛനായാലും ശങ്കരാചാര്യരായാലും അത് തന്നെയാണ് നിയമം. ആ അഹന്തയെയും മമതയെയും ഉള്ളുകൊണ്ട് നീക്കണം, ഉപേക്ഷിക്കാൻ കഴിയണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോ എന്ത് ചെയ്തു? അനുവാദം കൊടുത്തില്ല. തന്നെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന അമ്മയെ വഴിവക്കിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് സാധാരണ മനുഷ്യന് പോലും ചേർന്നതല്ല. പിന്നെയാണോ മഹാത്മാവായ ശങ്കരൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരുമ്പെടുക? അതുകൊണ്ടെന്താ, എന്നെങ്കിലും അമ്മ അനുവാദം തരും. അമ്മയെ കൊണ്ട് അനുവാദം, എനിക്ക് ഏതെങ്കിലും വിധത്തിൽ അനുവാദം തരാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് കുളിക്കുന്ന സമയത്ത് മുതല പിടിച്ചത്. ആ കഥയായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാലിൽ മുതല പിടിച്ചപ്പോൾ ശങ്കരാചാര്യർ എന്താ പറഞ്ഞത്? അമ്മേ, എൻ്റെ കാലിൽ മുതല പിടിച്ചു, അതിപ്പോ വലിച്ചെന്നെ വെള്ളത്തിന്റെ അടിയിൽ കൊണ്ടുപോകും, എൻ്റെ മരണം ഉറപ്പാണ്. അമ്മ ഇപ്പോഴെങ്കിലും എനിക്ക് സന്യസിക്കാനുള്ള അനുവാദം തരില്ലേ? ഞാൻ ആപത്തിലകപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ ചിലര് കടുത്ത ആപത്തിൽ പെടുമ്പോ അവര് പറയും, ഞാൻ സന്യസിച്ചോളാം, എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയാണ്, ഞാൻ സന്യസിച്ചോളാം, എൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും നിലനിർത്തണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയാൽ അത് നല്ലതല്ലേ? ഇങ്ങനെ തൻ്റെ ജീവന് ആപത്തുണ്ടാകുന്ന സമയത്ത് എങ്കിലും ഒരാൾ ആ ജീവനിൽ, ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സന്യസിച്ചേക്കാം, ജീവൻ തിരിച്ചു കിട്ടിയാൽ ഞാൻ സന്യാസി ആയിക്കൊള്ളാം എന്ന് പറയുന്ന അതിനെയാണ് ആപത് സന്യാസം എന്ന് പറയുന്നത്. അങ്ങനെ പലരും ചെയ്തതായിട്ട് ചരിത്രമുണ്ട്. ഈ ആപത് സന്യാസം അത് ഒരു ജീവരക്ഷയ്ക്ക് വേണ്ടി അംഗീകരിക്കുന്ന ഒന്നാണ്. ചിലപ്പോൾ ഈശ്വരന്റെ തീയതി അങ്ങനെയായിരിക്കും, ഇവ അല്ലാതെ വിട്ടിട്ട് പോവില്ല, ഇവ അല്ലാതെ ഒന്നും ഇവ സന്യസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഗത്യന്തരമില്ലാതെ സന്യസിക്കുക. അത് പാകത വന്ന സന്യാസമല്ല, വിരക്തി കൊണ്ടുവന്ന സന്യാസമല്ല, ജീവൻ നിലനിർത്താൻ വേണ്ടി ആ സമയത്ത് അങ്ങനെ ഒരു ശപഥം എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നൽകുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ശരിക്കും എങ്ങനെയാ വേണ്ടത്? നമ്മൾ ഒരു ആപത്തിലും പെടാതെ ഈ പ്രപഞ്ചമാണ് ഏറ്റവും വലിയ ആപത്ത് എന്ന് മനസ്സിലാക്കി പുറത്തു കിടക്കുന്നതാണ് പാകത വന്ന സന്യാസിയുടെ ലക്ഷണം. അപ്പൊ ആപത് സന്യാസം എന്നൊന്നുണ്ട്. അഹങ്കാരത്തെയും മമതയെയും ഉള്ളിൽ നിന്ന് വിട്ടിട്ട് ഈ പ്രപഞ്ചത്തിന്റെ നശ്വരതയും നിസ്സാരതയും മനസ്സിലാക്കി പുറത്തു കിടക്കുക എന്നുള്ളത്. ആ അഹന്തയെയും മമതയെയും ഉപേക്ഷിക്കാതെ പലതിനോടും സംഘം ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് ഒരു ഫാഷൻ പോലെ, അല്ലെങ്കിൽ നാലാളുടെ മുമ്പിൽ സന്യാസിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി സന്യാസം സ്വീകരിച്ചാൽ അത് സന്യാസത്തിന് ആപത്താണ്, സന്യാസധർമ്മത്തിന് ആപത്താണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇവൻ കുഴപ്പം ചെയ്യും, അവൻ കാവ്യവസ്ത്രം ഉടുത്താലും ഉള്ളിൽ ആ സന്യാസ ഭാവമില്ല, അവൻ ലോകത്തിന് ഉപദ്രവമാവും ചെയ്യുക. അതുകൊണ്ട് തൽക്കാലം താൻ ലോകത്തിന് ഉപദ്രവം ചെയ്യണ്ട, കുടുംബത്തിന് ഉപദ്രവം ചെയ്തുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നു. കുടുംബത്തിന് മാത്രമല്ലേ ഉള്ളൂ ഇവനെ കൊണ്ട് ശല്യം, മറ്റേത് ലോകത്തെ മുഴുവൻ കബളിപ്പിക്കും. അപ്പൊ അങ്ങനെ ചെയ്യണ്ട എന്നൊരു തീരുമാനമാണ്. പടൈ പിഴയ്ത്ത് തോன்ற പോവാർ പോൽ അടങ്ക തുറന്ന് ഏകുവാർ. പൂർണ്ണമായി ഉള്ളിലുള്ള സംഘത്തെ, സംഘം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ, എൻ്റെ, അഹന്തയും മമതയും, ഇത് രണ്ടിനെയും ഉപേക്ഷിച്ച്, തുറന്ന് ഉപേക്ഷിച്ച്, സന്യസിച്ച്, ത്യജിച്ച്, ഏകുവാർ, വീട്ടിൽ നിന്ന് പുറത്തു കടക്കും, പോകും. അതും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു പദ്യമാണ്. അതിൻ്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. ആ പദ്യത്തിൻ്റെ അർത്ഥം 96-ാമത്തെ പേജിലെ അവസാനമാണ്. അതായത് 16-ാം പദ്യത്തിൻ്റെ താഴെയാണ് ഈ പദ്യത്തിൻ്റെ അർത്ഥം. ആകപ്പാടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ശ്ലോകങ്ങൾ അങ്ങനെ തെറ്റിക്കിടപ്പുണ്ട്. പോലീസ് ബന്ദോബസ്തിൽ നിന്നും ചാടി ഓടുന്ന കള്ളനെ പോലെയോ, അല്ലെങ്കിൽ കുറെ ആൾക്കാരുടെ പിടിയിൽ നിന്നും ജനങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്ന കള്ളനെ പോലെയോ, എങ്ങനെയായാലും കള്ളനൊരു മോചനം കിട്ടിയാൽ, ഒരിക്കൽ പിടിക്കപ്പെട്ടിട്ട് അയാൾക്ക് രക്ഷപ്പെടാനൊരു സന്ദർഭം കിട്ടിയാൽ അയാൾ അത് വേണ്ട പോലെ വിനിയോഗിക്കും. മലയാളത്തിൽ നമ്മുടെ ഇവിടെ തിരുവനന്തപുരം പാട്ടുണ്ട്, ഓടി തള്ളിക്കളയും. എന്താ എനിക്ക് എവിടുന്നാണോ എന്തോ ഈ മലയാള ഭാഷ, ഓടി തള്ളിക്കളയുക. ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. പക്ഷെ എല്ലാവരും ഇങ്ങനെ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരാളൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു അത്ര ശരിയല്ലാത്ത പ്രയോഗം പ്രയോഗിച്ചു, മറ്റുള്ളവരെ അതങ്ങ് ഏറ്റു പറയുകയാണ്. അങ്ങനെ കുറേ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്താണ് കൂടുതലുള്ളത്. പോലീസ് ബന്ദോബസ്തിൽ നിന്നും ചാടി ഓടുന്ന കള്ളനെ പോലെയോ,
രാത്രിയിൽ പിശാചിനെ കണ്ട് ഭയന്നോടുന്നവനെ പോലെയോ അല്ലെങ്കിൽ മുട്ടി അടുക്കുന്ന ശത്രു സൈന്യത്തിൽ അകപ്പെടാതെ പാഞ്ഞോടുന്നവനെ പോലെയോ ആണ് വിവേകമുദിച്ച ശേഷം കുടുംബം വിട്ട് സന്യാസിയായി പോകുന്ന സുകൃതിയുടെ വെമ്പലോടെയുള്ള അകൽച്ച. ഇതിൽ ഈ വ്യാഖ്യാതാവ് പ്രയോഗിക്കുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? സന്യാസിയായി പോകുന്ന സുകൃതിയുടെ. ആരാണ് ഈ സുകൃതി? പുണ്യം ചെയ്തവൻ, പുണ്യാത്മാവ്. അപ്പോ സന്യസിക്കാൻ പുണ്യം ചെയ്യണം. എല്ലാരെ കൊണ്ടും പറ്റില്ല എന്നർത്ഥം. സുകൃതികളാണ് സന്യസിക്കാൻ തയ്യാറാവുന്നത്. സുകൃതിയുടെ വെമ്പലോടെയുള്ള അകൽച്ച. അയാൾക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ശ്രീരാമകൃഷ്ണദേവന്റെ ചരിത്രത്തില് ഒരു സംഭവമുണ്ട്. ഒരാളൊന്ന് ചോദിച്ചു ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത്, ഈ വിരക്തി സന്യാസം എന്നൊക്കെ പറയുന്നുണ്ട്, അത് വളരെ തീവ്രമായാലേ നമുക്ക് മോക്ഷത്തിലേക്ക് പോകാൻ പറ്റൂ എന്നാണല്ലോ പറയുന്നത്. ഈ വിരക്തിയുടെ തീവ്രത നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഇപ്പൊ എനിക്ക് വേണ്ടത്ര തീവ്ര വിരക്തി ഉണ്ടോ, അല്ലെങ്കിൽ ഇനിയും കുറച്ചുകൂടെ വർദ്ധിപ്പിക്കണോ? ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ശ്രീരാമകൃഷ്ണദേവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. വാ, നമുക്ക് ആറ്റിന്റെ തീരം വരെ ഒന്ന് പോയിട്ട് വരാമോ? നേരെ വിളിച്ചോണ്ട് പോയി അടുത്തുള്ള നദിയുടെ തീരത്ത് കൊണ്ടുപോയി. ഒന്ന് കുളിച്ചാലോ? കുളിക്കാൻ രണ്ടുപേരും ഇറങ്ങി. ശിഷ്യൻ ഇറങ്ങി കഴുത്തൊപ്പം വെള്ളത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ശ്രീരാമകൃഷ്ണദേവൻ എന്ത് ചെയ്തെന്നറിയാമോ? തല പിടിച്ച് വെള്ളത്തിനകത്ത് ഒരൊറ്റ മുക്ക്. ഇയാള് കുറച്ചേരം കഴിയുമ്പോൾ ശ്വാസം കിട്ടാതെ കൈയും കാലും അടിക്കുകയാണ്. ശ്വാസം കിട്ടത്തില്ല, മരണവെപ്രാളം. അപ്പൊ പതുക്കെ കൈ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എങ്ങനെ ഇരുന്നു? കൊള്ളാം, എങ്ങനെ ഇരുന്നു എന്നോ? നക്ഷത്രം എണ്ണിപ്പോയി ഞാൻ. ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി ഞാൻ കിടന്ന് പിടയുകയായിരുന്നു. ഇതുപോലെ പിടയണം മോക്ഷത്തിന് വേണ്ടി. ഇതുപോലെ മോക്ഷത്തിന് വേണ്ടി, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, ഈശ്വര ദർശനത്തിന് വേണ്ടി ഒരു ജീവൻ പിടയുമെങ്കിൽ അധികകാലം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ്. അധികകാലം ഒന്നും വെയിറ്റ് ചെയ്യണ്ട. പക്ഷെ ഇങ്ങനെയുള്ള തീവ്രവിരക്തി അപൂർവം, വളരെ റെയറാണ്. എല്ലാവർക്കും ലൗകിക ജീവിതവും വേണം, സന്യാസം ഒരു ഫാഷൻ പോലെ കൂടെ ഇരിക്കണം. നടപ്പില്ല. രണ്ട് വള്ളത്തിൽ കാല് വെച്ചാൽ നടപ്പില്ല. ഈ ഇഹലോക ജീവിതം, ലൗകിക സുഖങ്ങളെയൊക്കെ പൂർണ്ണമായി എനിക്ക് വേണ്ട, ഇതിലുള്ള ഒരു പൊടിയോ പോലും എനിക്ക് ആവശ്യമില്ല എന്ന് തീവ്ര വിരക്തി വന്ന് ഇതിനോടൊക്കെ ഉള്ളിൽ നിസ്സംഗതയോ വിരക്തിയോ എന്ത് പറഞ്ഞാലും ശരി, ഇതൊന്നും വേണ്ട എന്നാണ്. ഈ വിരക്തിയൊക്കെ മഹാത്മാക്കൾ വിവരിക്കുന്നത് പല ഉദാഹരണങ്ങളിലൂടെയാണ്. ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് എന്തെന്നോ? തീവ്ര വിരക്തി. അതെങ്ങനെ ഇരിക്കും? എല്ലാം വേണ്ട, ഉള്ളുകൊണ്ട് ഒന്നും വേണ്ടെന്ന്. അല്ലെങ്കിൽ വേണ്ടാന്ന് പറയുന്ന പലതും പിന്നീട് നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കും. വിഷയസുഖങ്ങളുടെ സ്വഭാവമാണത്. അനുഭവിച്ച് കുറച്ച് തൃപ്തി വരുമ്പോ മതി എന്ന് തോന്നും. കുറെ സമയം കഴിയുമ്പോൾ വീണ്ടും വേണമെന്ന് തോന്നും. വിശപ്പ് പോലെയാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, അയ്യോ ഇനിയിപ്പോ ഒരു ഉരുള പോലും കഴിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയും. ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞാൽ ഇനിയും വേണം. അതുകൊണ്ടാണല്ലോ ഭക്ഷണം കഴിച്ചതിന് ശേഷം ടിഫിൻ കാരിയറിൽ കൊണ്ടുപോകുന്നത്. അവിടുന്ന് തന്നെ, കല്യാണ വീട്ടിൽ നിന്ന് തന്നെ ചിലരുടെ വരവ് ടിഫിൻ കാരിയറോട് കൂടിയാണ്. കാരണം വൈകുന്നേരത്തത് കൂടെ ഇവിടുന്ന് എടുത്തോണ്ട് പോകാം. ഭയങ്കരന്മാരാണ്, ഒരു നിവൃത്തിയില്ല. അപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നുണ്ടെന്നോ, നിങ്ങൾക്ക് തീവ്ര വിരക്തി എന്താണ് എന്നാണ് അറിയേണ്ടത്. നിങ്ങൾ നല്ല അലക്കി തേച്ച മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ പാൻറ്റും ഷർട്ടും ധരിച്ച് ഓഫീസിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് മുകളിൽ നിന്ന് ഒരു കാക്ക കാഷ്ടിച്ചത്. അത് കൃത്യം നിങ്ങളുടെ ഷർട്ടിലോ അല്ലെങ്കിൽ തലയിലോ ശരീരത്തിലോ എവിടെയോ ഒന്ന് വീണു. ആ കാക്കയുടെ കാഷ്ടം നമ്മുടെ ശരീരത്തിലോ ഷർട്ടിലോ ഒന്ന് വീഴുമ്പോഴുള്ള നമ്മുടെ പ്രതികരണം, അപ്പോഴുള്ള പ്രതികരണം എന്താണ്? ഇത് എത്രയും പെട്ടെന്ന് കഴുകി വൃത്തിയാക്കണം, എന്നിട്ടേ പോകാൻ പറ്റും ജോലി സ്ഥലത്തേക്ക്. ഇതുകൊണ്ട് പോകാൻ പറ്റില്ല. ആ കാകവിഷ്ഠയോടുള്ള നമ്മുടെ വിരക്തി ഉണ്ടല്ലോ, അതാണ് തീവ്ര വിരക്തി. ആ തീവ്ര വിരക്തി വിഷയസുഖങ്ങളിൽ ഉണ്ടാവണം. അപ്പോ തീവ്ര വിരക്തനായി എന്ന് പറയും. അത്രയും ഒരു വിരക്തി നമുക്കിപ്പോഴുണ്ടോന്ന് ഓരോ വ്യക്തിയും സ്വയം പരിശോധിക്കുക. ഒരു ആത്മപരിശോധനയ്ക്ക് അവനവനെ വിധേയമാക്കുക. അതേ ഉള്ളൂ. വേണ്ടാന്ന് പറഞ്ഞാൽ ഒരു അറപ്പ് തോന്നണമെന്ന്. നമുക്ക് 2 വാക്കുകളാണുള്ളത്, അറപ്പും വെറുപ്പും. അറപ്പ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ വാക്കൊന്നുമില്ല, അറപ്പ് തന്നെ അത്. വെറുപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു ശ്രമമാണ്. നമ്മൾ വെറുക്കുന്ന ഒന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ അടുക്കൽ വന്നാൽ അതിനോട് തോന്നുന്ന വികാരമാണ് അറപ്പ്. നമ്മളാൽ വെറുക്കപ്പെടുന്ന ഒന്ന്, മാലിന്യങ്ങളൊക്കെ നമ്മൾ വെറുക്കുന്നതാണ്. ഒന്നും വേണ്ട,
ചില ആൾക്കാർ ബസ്സിനകത്ത് കയറിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാള് വാ പൊത്താതെ ചുമച്ചു എന്ന് വിചാരിക്കുക. എന്താ അയാളുടെ രോഗം തനിക്ക് പകരുമെന്നുള്ളൊരു ഭയമാണ്. അപ്പോ അവിടെയൊക്കെ എന്താ നമുക്ക് അല്പം പോലും ഒരു സംഘമോ ഇഷ്ടമോ ഒന്നും തോന്നുന്നില്ല. നമ്മൾ എല്ലാ തരത്തിലും എല്ലാ പ്രകാരത്തിലും അതിനെ മനസ്സുകൊണ്ട് വെറുക്കുന്നു. അതാണ് നമ്മുടെ പ്രതികരണം തെളിയിക്കുന്നത്. ഇതുപോലെ വേണ്ട എന്ന് പറഞ്ഞാൽ വെറും വേണ്ട എന്നല്ല, വേണ്ടേ വേണ്ട എന്നാണ്. നമുക്ക് തീവ്ര വിരക്തി വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ, സ്വയം പരിശോധിക്കാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. പുറമേയൊക്കെ നമ്മൾ പലതും വേണ്ട വേണ്ട എന്ന് വെച്ചിരിക്കും. ഏതാണ്ട് വിരക്തിയൊക്കെ വന്നു എന്ന് തോന്നും. നമ്മുടെ സ്വപ്നങ്ങളെ വിശകലനം ചെയ്യുന്നു. സ്വപ്നത്തിൽ ഏതിനോടെങ്കിലും എൻ്റെ മനസ്സ് സംഘബദ്ധമാകുന്നുവെങ്കിൽ, സ്വപ്നത്തിലല്ല നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഈ സംഘം എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് ജാഗ്രത അവസ്ഥയിൽ പുറത്തു വരില്ല, സ്വപ്നത്തിൽ പുറത്തു വരും. അപ്പൊ ആ സ്വപ്നത്തിൽ ഏതിനോടെങ്കിലും നമുക്ക് ഇഷ്ടമോ പ്രതിപത്തിയോ ഒക്കെ തോന്നുന്നുവെങ്കിൽ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം ആ വസ്തുവിനോട് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ട്, സംഘമുണ്ട്. അപ്പോ പൂർണ്ണ വിരക്തി വന്നിട്ടില്ല. അപ്പോൾ സ്വപ്നങ്ങളെ വിശകലനം ചെയ്തും നമ്മുടെ ആത്മീയ പാകത നമുക്ക് നിർണയിക്കാവുന്നതാണ്. കാരണം നമുക്ക് എല്ലാവരെയും പറ്റിക്കാം, നമ്മെ പറ്റിക്കാൻ പറ്റും, സകല ആളുകളെയും പറ്റിക്കാം. ലോകത്തെ മുഴുവൻ പമ്പര വിഡ്ഢികളാകാം, പക്ഷെ അവനവനെ പറ്റിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവനവൻ വാസ്തവത്തിൽ എന്താണോ അത് സ്വപ്നത്തിൽ പ്രകടമാകും. നമ്മൾ ജാഗ്രതത്തിൽ പല വികാരങ്ങളെയും അടക്കി അമർത്തി വെച്ചാൽ അവയിൽ പലതും സ്വപ്നത്തിൽ നമ്മളുടെ അനുവാദം കൂടാതെ പുറത്തേക്ക് വരും. അപ്പൊ ആ സ്വപ്നത്തെ വിശകലനം ചെയ്താൽ എനിക്ക് ഏതിലാണ് സംഘം, പലതിലും സംഘമുണ്ടാവും. ചില സ്വപ്നങ്ങൾ കൂടെ കൂടെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ വസ്തു അല്ലെങ്കിൽ ആ വ്യക്തിയോട് എനിക്ക് കടുത്ത സംഘമുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സംഘത്തെ മനസ്സിലാക്കാം. കാരണം ഇതൊക്കെ നമ്മളെ ഉള്ളിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റുമോ നമുക്ക് ഏതിനോടാണ് സംഘമെന്ന്? അത്രയ്ക്ക് പാകതയൊന്നും നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, നമ്മുടെ സ്വപ്നം, ഇതെല്ലാം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഏതാണ്ടൊക്കെ നമുക്ക് പിടികിട്ടും ഏതിലാണ് അല്ലെങ്കിൽ ആരോടാണ് നമുക്ക് സംഘമുള്ളത് എന്നുള്ള കാര്യം. അതിൻ്റെ മലയാളം വ്യാഖ്യാനം വായിച്ചല്ലോ അല്ലേ? വായിച്ചു. ഇനി അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. ഉടുക്കൈ മറന്നവരിക്കൂർക്കാടലുണ്ടോ, അടുത്തയലാരുണ്ടോ, പേയാനാൽ ചുട പോട്ടെതിരിട്ടതെല്ലാം ഇഴന്താർക്ക് ഇരുந்த பதியை കൊണ്ടുണ്ടോ പയൻ. ഉടുക്കൈ മറന്നവർക്ക്, ഉടുക്കൈ മറന്നവർക്ക്. ഇവിടെ ഉടുക്കൈ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഉടുക്കല്ല, ഡമരു എന്ന് പറയില്ല, ശിവന്റെ കയ്യിലുള്ള അതല്ല. ഉടുക്കൈ എന്ന് പറഞ്ഞാൽ ഉടുവസ്ത്രം. ഈ ജ്ഞാനികൾ പ്രപഞ്ചത്തെ തന്നെ വിസ്മരിച്ചവരാണ്. പ്രപഞ്ചത്തെ വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരബോധത്തെ തന്നെ വിസ്മരിക്കുക. തനിക്കൊരു ശരീരമുണ്ടെന്നോ ആ ശരീരത്തിൽ വസ്ത്രമുണ്ടെന്നോ ഈ ഭാവം പോലും ഇല്ല. ദിഗംബരന്മാരായി നടക്കുന്ന സന്യാസിമാരുണ്ട്. നാഗസന്യാസികൾ പലരും ദിഗംബരന്മാരാണ്. പക്ഷെ അവരൊക്കെ പാകത വന്നവരാണോ എന്നുള്ള കാര്യം സംശയമാണ്. ഭ്രാന്തന്മാരും ഉടുതുണി ഇല്ലാതെ നടക്കും. അപ്പൊ ഈ ഉടുതുണി ഇല്ലാതെ നടന്നത് കൊണ്ട് ഭ്രാന്തനാണോ അല്ലെങ്കിൽ പാകത വന്ന വിരക്തനാണോ എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അവനവന്റെ കാര്യം നോക്കിയാണ്. ഈ വേറൊരാളെ വിശകലനം ചെയ്തിട്ട് വേറൊരാൾക്ക് മാർക്കിട്ടിട്ട് നമുക്കെന്ത് കിട്ടാൻ? ഞാൻ വിരക്തനായോ ഇത് മാത്രം നോക്കിയാൽ പോരെ? ഇനി വേറൊരാൾ മഹാത്മാവായി, സന്യാസിയായി, തീവ്ര വിരക്തനായി എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്കെന്ത് പ്രയോജനം? ഒരാൾ വയറ് നിറച്ച ഊണ് കഴിച്ചിട്ട് ഏമ്പക്കം വിടുകയാണ്. ഞാൻ പട്ടിണി കൊണ്ട് വലയുന്നവനാണ്, എനിക്ക് അല്പമെങ്കിലും വയറ് നിറയുന്നുണ്ടോ? അവന് വയറ് നിറഞ്ഞിട്ടാണ് അവൻ ഏമ്പക്കം വിടുന്നത്. ഇതുപോലെയാണ് വേറൊരാളുടെ പുരോഗതിയെ ഒരിക്കലും നാം അളക്കാൻ ശ്രമിക്കരുത്. അത് അളന്നത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടാൻ? അതുപോലെ തന്നെ വേറൊരാളിലുള്ള തിന്മ, ദുർഗുണങ്ങൾ, ഇതിനെയും അളക്കാൻ ശ്രമിക്കരുത്. വല്ലവന്റെയും വീട്ടിലുള്ള ശൗചാലയം നമ്മൾ എന്തിനാ വൃത്തിയാക്കുന്നത്? ആദ്യമായി അവനവന്റെ വീട്ടിലെ ശൗചാലയം വൃത്തിയാക്കപ്പെടട്ടെ. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ അടുത്ത വീട്ടുകാരൻ്റെതും വൃത്തിയാക്കാം. ഇതങ്ങനെയല്ല. സ്വയം നന്നാകാതെ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുക. ഒരാള് വേറൊരാളെ നല്ലപോലെ തേച്ച് കുളിപ്പിക്കുകയാണ്, സോപ്പിട്ട് തേച്ച്
കുളിപ്പിക്കുകയാണ്. കാരണം അയാളുടെ ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ ചേറോ ചെളിയോ ഒക്കെ പുരണ്ടിട്ടുണ്ട്. നല്ല തേച്ച് കുളിപ്പിച്ച് അവനെ പറഞ്ഞയച്ചു. വേറൊരാളത് കണ്ടോണ്ടിരിക്കുകയാണ്. തേച്ച് കുളിപ്പിച്ചവന്റെ മുതുകിൽ നോക്കിയപ്പോൾ അട്ടിയായിട്ട് ചെളി. ഇവനാണ് വേറെ തന്നെ തേച്ച് കുളിപ്പിച്ചത്. അപ്പൊ വേറൊരാളിലുള്ള ന്യൂനതകളെയോ ദോഷങ്ങളെയോ ഒന്നും നമ്മൾ പർവ്വതീകരിച്ച് കണ്ടിട്ട് കാര്യമില്ല. വാസ്തവത്തിൽ എന്താ ശാസ്ത്രം പറയുന്നതെന്ന് അറിയാമോ? അന്യരിലുള്ള ചെറിയ ഗുണത്തെ പോലും ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം എന്ന്. അപ്പൊ അത് വലുതായിട്ട് കാണുമല്ലോ. അപ്പൊ ഒരാളിൽ ഒരു ചെറിയ സദ്ഗുണമേ ഉള്ളൂ എങ്കിലും, അല്ലെങ്കിൽ സദ്ഗുണം ഒരു ചെറിയ അംശമേ ഉള്ളൂ എങ്കിലും, അത് നമ്മൾ വലുതായിട്ട് കരുതണം. അതിനെ നമ്മൾ നേരെ തിരിച്ചാ ചെയ്യുന്നത്. നമ്മളിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗുണമുണ്ടെങ്കിൽ അതിനെ വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് അതിന് വലിയ പരസ്യവും കൊടുത്തുകൊണ്ട് നടക്കും. ഇനി ശരിക്കെന്താ ചെയ്യേണ്ടത്? അന്യരിലുള്ള ചെറിയ ഒരു ഗുണത്തെയും വലുതാക്കി കാണണം, തന്നിലുള്ള വലിയ ഗുണത്തെയും ചെറുതാക്കി കാണണം. ഇനി ഇതിന്റെ മറുവശം പറയാം. തന്നിലുള്ള ചെറിയ ദോഷത്തെ വലുതാക്കി കാണണം, അന്യരിലുള്ള വലിയ ദോഷത്തെ നിസ്സാരമാക്കി തള്ളണം. ഇതൊക്കെ ജീവിത മൂല്യങ്ങളാണ്. ഇതിന് നേരെ വിരുദ്ധമാണ് മനുഷ്യർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉടുക്കൈ മറന്നവർക്ക് വസ്ത്രത്തെ തന്നെ മറന്നവർക്ക്. ശരീരത്തിൽ വസ്ത്രമുണ്ടോ ഇല്ലയോ, ദേഹബോധം തന്നെ ഇല്ലെങ്കിൽ ഈ ശരീരത്തിൽ വസ്ത്രമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോ ഉടുവസ്ത്രത്തെ മറന്നവർക്ക് ഊർ കാട് എന്നുണ്ടോ, അവർക്ക് നഗരം കാട് എന്നുള്ള ഭേദമുണ്ടോ, അവർക്ക് കാടും വീടും സമം. ഇതാണ് വിരക്തിയുടെ വേറൊരു ലക്ഷണം. രണ്ടർത്ഥം പറയാം. ഒന്നുകിൽ നഗരത്തെ അവര് കാടിന് തുല്യമായി കാണുന്നു, അല്ലെങ്കിൽ കാട്ടിലിരിക്കവേ തന്നെ നഗരമധ്യത്തിൽ കഴിയുന്നത് പോലുള്ള സന്തോഷം അനുഭവിക്കുന്നു. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, രണ്ടും സമം. നഗരജീവിതവും വനജീവിതവും. ഊർ കാടെന്നുണ്ടോ, അടുത്തയലാരുണ്ടോ, അടുത്തവരും അല്ലാത്തവരും എന്ന് പറഞ്ഞാൽ ഉറ്റവരും അപരിചിതരും. ഈ ഭേദവും ഇല്ല അവർക്ക്. നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരുമുണ്ട്, വേണ്ടാത്തവരുമുണ്ട്. ഇതാണ് ഭേദം. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ കരൾ പോലും പറിച്ചു കൊടുക്കും, വേണ്ടാത്തവർക്ക് വേണ്ടി നയാ പൈസ ചെലവാക്കും. ഇതാണ് ഭേദചിന്ത എന്ന് പറയും. ആ ഭേദചിന്ത ഉള്ളിൽ നിന്ന് പോകണം. എല്ലാവരെയും തുല്യമായി കാണാൻ കഴിയണം. അതിനെയാണ് സമചിത്തത്വം എന്ന് പറയുന്നത്, സമദൃഷ്ടി. ഉദ്ധവനോട് കൃഷ്ണൻ ഭാഗവതത്തിൽ പറയുന്നതാണ് സമദൃക് വിചരസ്വ ഗാം. ഇവിടുന്ന് ഉദ്ധവ ബദരികാശ്രമത്തിലേക്ക് യാത്രയായിക്കൊള്ളൂ, പക്ഷെ സമദൃഷ്ടിയോടുകൂടെ വേണം നീ യാത്ര ചെയ്യേണ്ടത്. എല്ലാം ഹരിയുടെ ശരീരമാണ്, എല്ലായിടത്തും ഹരി നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ഭാവത്തോടു കൂടി വേണം യാത്ര ചെയ്യാൻ. ഭേദചിന്ത നിന്റെ മനസ്സിനെ സ്പർശിക്കാൻ പോലും നീ ഇട കൊടുക്കരുത്. സമദൃഷ്ടി. കൃഷ്ണനും ഇതേ കൃഷ്ണൻ ഗീതയിലും പറയുന്നുണ്ട്, പണ്ഡിതാ സമദർശന. പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ പഠിപ്പ്, അറിവ് എന്നുള്ളതല്ല, ബ്രഹ്മജ്ഞാനം എന്നാണ് പാണ്ഡിത്യം. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി. ആത്മാവിന് അഭിമുഖമായ അല്ലെങ്കിൽ അഭിമുഖമായി പോകുന്ന ബുദ്ധിയെയാണ് പണ്ഡ എന്ന് പറയുന്നത്. പണ്ടയുള്ളവൻ പണ്ഡിതൻ. പണ്ഡിതന്റെ ഭാവം പാണ്ഡിത്യം. അപ്പൊ അതിന്റെ മൂലപദം കിടക്കുന്നത് പണ്ഡ എന്നാണ്. പണ്ഡ ആത്മവിഷയ മതിഹീന. ആത്മാഭിമുഖമായി പോകുന്ന, ആത്മാവിനെ നിരന്തരം സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിയെയാണ് പണ്ഡ എന്ന് പറയുന്നത്. ആ പണ്ടയുള്ളവൻ പണ്ഡിതൻ, പണ്ഡിതന്റെ ഭാവം പാണ്ഡിത്യം. അപ്പോ ഈ വിരക്തന്മാർക്ക് നഗരം വനം എന്നുള്ള വ്യത്യാസമില്ല, ഉറ്റവരും അപരിചിതരും എന്നുള്ള വ്യത്യാസമില്ല. എന്ന് പറഞ്ഞാൽ വേണ്ടവരും വേണ്ടാത്തവരും എന്നുള്ള വ്യത്യാസമില്ല. പേയാനാൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ പേയാനാൽ എന്നുള്ളത് അതിന് മുമ്പുള്ള വാക്കുമായിട്ട് ചേർക്കണം. പേയാനാൽ അടുത്തയലാരുണ്ടോ. പേയ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂതം, പിശാച്. ഈ പിശാചിന് സ്വന്തക്കാരൻ അല്ലാത്തവൻ, അന്യൻ, ഈ ഭേദമൊന്നുമില്ല. എന്ന് വെച്ചാൽ ജ്ഞാനി എന്നർത്ഥമല്ല, എല്ലാ ഭേദങ്ങളും ഉള്ളിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇപ്പൊ ആ പിശാചിന്റെ ഉള്ളിൽ ക്രൂരത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആര് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും അവരെ പിടിച്ച് ഭക്ഷിക്കും. അതാണ് പിശാചിന്റെ സ്വഭാവം. അതിന് ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി മരിക്കുമ്പോഴാണ് പിശാചാവുന്നതെന്നാണ്. ആ പൈശാചികത സ്വന്തമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താൻ ജീവിച്ചിരുന്നപ്പോൾ ബന്ധുവായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടുള്ളവരെ മുമ്പിൽ വന്ന് പെട്ടാലും അവരെയും ഈ പിശാച്
ഭക്ഷിക്കും. അപ്പൊ ഭേദചിന്ത ഇല്ല എന്ന് കാണിക്കാനാണ് ഈ പിശാചിന്റെ ഉദാഹരണം. പേയാനാൽ അടുത്തയലാരുണ്ടോ ഊർക്കാടൻ്റുണ്ടോ. പിശാചിന് നാട് കാട് ഈ വ്യത്യാസമില്ല. അതുപോലെ വേണ്ടവരും വേണ്ടാത്തവരും ഇല്ല. എല്ലാവരെയും അത് വിവേചനമില്ലാതെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ ഭക്ഷിക്കും. ശുടപ്പോട്ടെതിരിട്ടതെല്ലാം ഇഴന്താർക്ക് ഇരുந்த പതിயை കൊണ്ടുണ്ടോ പയൻ. ശുടപ്പോട്ടെതിരിട്ടതെല്ലാം ഇഴന്താർക്ക്. പോട്ട് ഇഴന്താർക്ക്. ചൂടുള്ള എന്ന് പറഞ്ഞാൽ അസഹനീയമായ ചൂടുള്ള പൊള്ളുന്ന ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ ഒരാൾ തന്നു എന്നിരിക്കട്ടെ, നമ്മൾ എന്താ ചെയ്യുക? പെട്ടെന്ന് താഴെയിടും. അതല്ലേ ചെയ്യുക? അതിൻ്റെ ചൂട് സഹിക്ക വയ്യാതെ കൈ പൊള്ളരുത് എന്ന് വിചാരിച്ച് ആ വസ്തുവിനെ താഴെയിടും. ഇതുപോലെ വിഷയങ്ങൾ പൊള്ളണം. ഈ വിഷയസുഖങ്ങൾ നമ്മെ ദുഃഖിപ്പിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ്, അതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. അത് ഉള്ളിലുണ്ടാവണം. അത് ഉള്ളിലുണ്ടായാൽ ഇതിനെ ഒന്നും ഉപേക്ഷിക്കാൻ ഒരു പ്രയാസമില്ല. സംഘമുള്ളവനാണ് വിഷയങ്ങളെ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ട്. വിരക്തന് വിഷയങ്ങളെ അനായാസം ഉപേക്ഷിക്കാൻ കഴിയും. ശുടപ്പോട്ടെതിരിട്ടതെല്ലാം ഇഴന്താർക്ക്. മുമ്പിൽ എതിരിട്ട എന്ന് പറഞ്ഞാൽ മുമ്പിൽ സ്ഥാപിച്ചത് അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ വന്നു വീണതിനെയൊക്കെ അദ്ദേഹം, ആ വ്യക്തി പെട്ടെന്ന് തന്നെ തറയിലിടും. എന്താ കാരണം? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, കൈ പൊള്ളുന്നു. ശുടപ്പോട്ടെതിരിട്ടതെല്ലാം ഇഴന്താർക്ക്. ഇങ്ങനെ എല്ലാ വിഷയസുഖങ്ങളെയും ഉപേക്ഷിച്ചവന് പ്രപഞ്ചത്തിൽ തന്നെ തനിക്കിനി ഒന്നും വേണ്ട. ഇഹലോകത്തിലുള്ള സുഖവും വേണ്ട, പരലോകത്തിലുള്ള സുഖവും വേണ്ട, സ്വർഗാദി സുഖങ്ങളും വേണ്ട എന്ന് അത്ര തീവ്രമായ ഒരു വിരക്തി ഉണ്ടായ ഒരാൾക്ക് ഇരുந்த പതിയെ കൊണ്ടുണ്ടോ പയൻ. ഇവിടെ പതി എന്നുള്ളതിന് ഭർത്താവ് നല്ല അർത്ഥം, വീട് എന്നാണ്. താൻ ഇത്രയും കാലം താമസിച്ചിരുന്ന കൊട്ടാരമോ ബംഗ്ലാവോ അല്ലെങ്കിൽ ഒരു ചെറ്റക്കുടിലോ, ഓരോരുത്തരുടെ വാസസ്ഥാനം ഓരോന്നാണല്ലോ. പക്ഷേ നോക്കൂ, ഒരു ചക്രവർത്തിക്ക് കൊട്ടാരത്തോടുള്ള സംഘവും ഒരു പ്രഭുവിന് തൻ്റെ മാളികയോടുള്ള സംഘവും ഒരു പിച്ചക്കാരന് അല്ലെങ്കിൽ ദരിദ്രന് തൻ്റെ ചെറ്റക്കുടിലിനോടുള്ള സംഘവും തുല്യമാണ്. ഈ ദരിദ്രന് ചെറ്റക്കുടിലിനോടുള്ള സംഘം ചക്രവർത്തിക്ക് കൊട്ടാരത്തോടുള്ള സംഘത്തെക്കാളും വളരെ കുറവാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നു. കാക്കയ്ക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞ് എന്നാണ്. ഈ കാക്ക എന്നത് കറുത്ത നിറമുള്ള പക്ഷി, കർണകഠോരമായ ശബ്ദം. അതിൻ്റെ കുഞ്ഞാണെങ്കിൽ ഒട്ടും കാണാൻ പോയില്ല. പക്ഷേ അതിനെ സംബന്ധിച്ച് അത് പൊൻകുഞ്ഞാണ്. മനുഷ്യർക്ക് എങ്ങനെ അവരവരുടെ കുട്ടികൾ വളരെ പ്രിയപ്പെട്ടവരായിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും. അവയുടെ പുത്രസ്നേഹം അല്ലെങ്കിൽ അവയുടെ സന്താന സ്നേഹം നമ്മുടെ സന്താനത്തെ സ്നേഹത്തെക്കാൾ ഒട്ടും കുറവല്ല. അങ്ങനെ കുറവാണെന്ന് വിചാരിച്ചാൽ നമ്മളാണ് മണ്ടന്മാരാവും. മറ്റ് ജീവികളുടെ ചെയ്തികൾ നോക്കും, അവ എങ്ങനെയാണ് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നതെന്ന്. പട്ടിയൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ അടുക്കാൻ സമ്മതിക്കില്ല. കുരച്ച് വേണമെങ്കിൽ കടിച്ചു വരെ ഓടിക്കും മനുഷ്യൻ അത്രയും ശക്തമായിട്ട് പ്രതികരിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പൊ ഈ സംഘം എന്നുള്ളത് ധനസ്ഥിതിയെയോ ജന്മത്തെയോ ഒന്നും ആശ്രയിച്ചല്ല. ആർക്ക് ഏതിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഘം ഉണ്ടാവാം. അത് മനസ്സുണ്ടാക്കുന്ന, മനസ്സ് രചിക്കുന്ന ഒരു ഭാവമാണ് സംഘം. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ആ സംഘത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ടതായ കർത്തവ്യം. സംഘപ്പെടാൻ ആരും പറഞ്ഞു തരണ്ട, ആരെങ്കിലും പറഞ്ഞു തരണം. എന്തുമായിട്ടെങ്കിലും മനസ്സുകൊണ്ട് ഒട്ടാൻ പ്രത്യേകം ആരും ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. എല്ലാവരും കുടുംബത്തോട് സ്നേഹമുള്ളവരായിരിക്കണം, ഭാര്യയോടും കുട്ടികളോടും ഒക്കെ അമിതമായ സ്നേഹം പ്രകടിപ്പിക്കണം. ഇതൊക്കെ സ്വാഭാവികമായി മനുഷ്യരിൽ ഉണ്ടാകുന്ന വികാരമോ വിചാരമോ ഭാവമോ ഒക്കെയാണ്. നിസ്സംഗത ശീലിക്കാനാണ് പ്രയാസം. അവിടെ നമ്മുടെ ബോധപൂർവമായ പ്രയത്നത്തിന്റെ ആവശ്യകതയുണ്ട്. ഇരുണ്ട പതിയെ കൊണ്ടുണ്ടോ പയൻ. ഇവിടെ പതി എന്നുള്ളതിന് വീട് എന്നാണ് അർത്ഥം. താൻ ഇത്രയും കാലം താമസിച്ചിരുന്ന വീട്, ചക്രവർത്തിയാണെങ്കിൽ കൊട്ടാരം, പ്രഭുവാണെങ്കിൽ മാളിക, ദരിദ്രനാണെങ്കിൽ അയാളുടെ കുടിൽ. ആ വീടിനോട് അയാൾക്ക് എന്ത് സംഘമുണ്ടാവാൻ? എന്തുകൊണ്ട്? എല്ലാം ഉപേക്ഷിച്ചവനാണ്. പ്രപഞ്ചം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചവന് വീടിനോട് സംഘമുണ്ടാകുമോ? അയാൾക്ക് ആ വീട് കൊണ്ട് എന്താ പ്രയോജനം? ഇതിന്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. ജ്ഞാനം മൂലം ദേഹാഭിമാനം
നശിച്ച് ഉടുത്ത വസ്ത്രം പോലും ഓർമ്മിക്കാതെ, എന്ന് പറഞ്ഞാൽ എന്താ, ശരീരത്തിൽ വസ്ത്രം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും ബോധവാനാകാതെ സകലതും മറന്ന് മനസ്സിനെ ബ്രഹ്മത്തിൽ അർപ്പിച്ചവനായി നടക്കുന്ന ഒരു അവധൂതന്, നഗരനായി സഞ്ചരിക്കുന്ന തുറവിക്ക് ഇത് പട്ടണമാണ്, ഇത് കാടാണ് എന്ന ദേശബോധമോ, ഇതെന്റെ ബന്ധുവാണ്, ഇത് അന്യനാണ് എന്ന വ്യത്യാസമോ തോന്നുകയില്ല. വ്യക്തി വ്യത്യാസവുമില്ല, ദേശവ്യത്യാസവുമില്ല, കാലവ്യത്യാസവുമില്ല, വസ്തുവ്യത്യാസവുമില്ല. അദ്ദേഹത്തിന് രാത്രിയും പകലുമൊക്കെ തുല്യം. നമ്മൾ രാത്രി ഇറങ്ങി നടക്കാൻ ഭയപ്പെടുന്നവരാണ്, പകല് നിർഭയരായി സഞ്ചരിക്കും. രാത്രി ശ്മശാനത്തിൽ ഒന്ന് ചെന്നിട്ട് അവിടെ ആകെ ഒന്ന് നിരീക്ഷിച്ചിട്ട് വരാൻ പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ തയ്യാറാവില്ല. ഈ പകലില്ലാത്ത പ്രേതങ്ങളാണോ രാത്രി ഉണ്ടാവാൻ പോകുന്നത്? എന്നാലും മനുഷ്യന് അന്ധകാരത്തെ ഭയമാണ്. രാത്രിയിൽ ഈ ദുഷ്ടശക്തികളൊക്കെ പുറത്തിറങ്ങി നടക്കും. പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ? രണ്ടുപേര് തമ്മിൽ ബെറ്റ് വെച്ചു. ഒരാൾ പറഞ്ഞു എനിക്കൊന്നിനെയും പേടിയില്ല. മറ്റേയാൾ പറഞ്ഞു താൻ അത്ര ധീരനാണെങ്കിൽ, നിർഭയനാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു ആണി തരാം. ഈ ആണി കൊണ്ട് അർദ്ധരാത്രി ശ്മശാനത്തിൽ ചെന്നിട്ട് അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൽ ഈ ആണി അടിച്ചിട്ട് താൻ തിരിച്ചു വരണം. ഇത്രയേ ഉള്ളൂ. ശരി, ആണിയും കൊണ്ടുപോയി അർദ്ധരാത്രി അവിടെ ചെന്നു, മരത്തിൽ ആണി അടിച്ചു. തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരാൾ മുണ്ടിനെ പിടിച്ചു വലിക്കുന്നു. ക്ഷണനേരത്തേക്ക് അത് ഏതോ ഭൂതമോ പ്രേതമോ ആണ് എന്ന് വിചാരിച്ച് ആള് ബോധം കെട്ടുപോയി. എന്താ സംഭവിച്ചത്? നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പൊ ഇയാൾ ആണി അടിച്ചപ്പോ ഈ മുണ്ടിന്റെ അറ്റത്തും കൂടെ ചേർത്താണ് മരത്തിൽ ആണി അടിച്ചത്. അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ ആ ആണിയില് മുണ്ട് ഉടക്കി നിൽക്കുകയാണല്ലോ, അതങ്ങോട്ട് വലിഞ്ഞു. ഇയാൾ വിചാരിച്ചത് ആരോ മുണ്ട് പിടിച്ച് വലിക്കുകയാണ്. ഒരേ പണ്ട് മോർച്ചറി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു, മലയാള സിനിമ, പ്രേം നസീറിന്റെ ആണോ അല്ലേ? മോർച്ചറി എന്ന് പറഞ്ഞിട്ട് കോളേജ് പിള്ളേരുടെ കഥയാണ്, റാഗിങ്. അപ്പൊ മെഡിക്കൽ കോളേജിലെ കുട്ടികളാണ്. അപ്പോൾ ഇതുപോലെ ഒരാളെ പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ രാത്രി നീ മോർച്ചറിയിൽ ചെന്ന് അതിൽ ഇത്ര നമ്പർ, ഓരോ പെട്ടിക്കകത്താണല്ലോ വെച്ചിരിക്കുന്നത്, അതിനകത്ത് ഇത്ര നമ്പർ പെട്ടിയിൽ ഒരു സ്വർണ്ണമാല ഉണ്ടാകും. ആ സ്വർണ്ണമാല നീ എടുത്തോണ്ട് വരും. ശവത്തെ പേടിക്കാനേ, ശവമൊന്നും ആക്രമിക്കില്ലല്ലോ. നോക്കൂ, ജീവനുള്ളവനാണ് നമ്മെ ആക്രമിക്കുന്നത് എപ്പോഴും. ശവം പ്രതികരിക്കുകയില്ല, ആക്രമിക്കുകയില്ല. പക്ഷെ നമുക്ക് മനുഷ്യരെക്കാളും ശവങ്ങളെയാണ് പേടി. ഇതാണ് അജ്ഞത എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ജീവനുള്ളവനെ ഭയപ്പെട്ടു. ജീവിച്ചിരിക്കുന്ന വ്യക്തിയിൽ നിന്നേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ അപകടമോ ജീവഹാനിയോ ഒക്കെ ഉണ്ടാവാറുള്ളൂ. ശവം ഒന്നും ചെയ്യില്ല. വാസ്തവത്തില് ശവത്തിന്റെ കൂടെ കിടന്നാൽ നമുക്ക് പേടിക്കാനേ ഇല്ല. പക്ഷെ ശവത്തിന്റെ കൂടെ എത്ര പേര് കിടക്കും? ശവം ഒന്നും ചെയ്യില്ല. നമ്മുടെ ഭയം ശവമൊന്നും ചെയ്യില്ല. പക്ഷെ ആ ശവത്തിനകത്ത് ആരാണോ സ്ഥിതി ചെയ്യുന്നത് അവനെങ്ങാനും രാത്രി അവിടെ വന്ന് എത്തി നോക്കിയിട്ട് എന്റെ ശരീരത്തിനടുത്ത് ആരാണ് കിടക്കുന്നത്, എന്റെ കഴുത്തിന് കയറി പിടിച്ചാലോ, ഇതൊക്കെയാണ് പേടി. വാസ്തവത്തില് മരിച്ചവനെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാവാറില്ല. നമ്മൾ ഈ പിതൃദോഷം, മറ്റേത് മറിച്ചത്, പിതൃശാപം, ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. പിന്നെ എന്തിനാ അതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ് ഇവനെ കൊണ്ട് നാല് നല്ലത് ചെയ്യിക്കണം, അതാണ് ഉദ്ദേശ്യം. ഇവൻ അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല. ഇവനെ കൊണ്ട് നിനക്ക് നിന്റെ കുടുംബത്തിന് വലിയ പിതൃശാപമുണ്ട്. അപ്പൊ അതെന്താ, രണ്ട് ബ്രാഹ്മണരെ വിളിച്ചിട്ട് കാല് കഴിച്ച് അവർക്ക് ഊണ് കൊടുക്കണം. ഈ പിതൃക്കൾ നമ്മളെ ഉപദ്രവിക്കുന്നുവെങ്കിൽ അതിനും മാത്രം ശക്തി അവർക്കുണ്ടെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ എന്തിനാ ഇവിടെ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത്? ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടില്ല. പിതൃക്കൾക്ക് നമ്മുടെ കുടുംബത്തെയോ ജീവിതത്തെയോ ഒക്കെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മെക്കാൾ അവർ ശക്തരാണ് എന്ന് വേണ്ടേ കരുതാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പിണ്ടദാനവും ഉദകക്രിയയും ഒക്കെ അവർക്ക് ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. രണ്ടും കൂടെ പറയരുത്. ഞാൻ അവരെ തൃപ്തിപ്പെടുത്തും, പക്ഷെ അവരെന്നെ ഉപദ്രവിക്കും. ഇങ്ങനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ ഉപദ്രവം നിൽക്കും. ഇതൊന്നുമല്ല, മരിച്ചുപോയവൻ പോയി, അവന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നാല് നല്ല കാര്യങ്ങൾ ചെയ്യും. ഇതേ ഈ പാപകർമ്മ പരിഹാരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത്രയേ ഉള്ളൂ ഉദ്ദേശ്യം. അതിൽ കവിഞ്ഞൊന്നുമില്ല. വഴിപാട് നടത്തുന്നതിന് പിതൃകർമ്മം പോട്ടെ, പിതൃക്കൾക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവാം എന്ന് വിചാരിക്കാം. ദൈവത്തിന് വല്ലതും ആവശ്യമുണ്ടോ? പിന്നെ എന്തിനാ നമ്മൾ അമ്പലത്തിൽ ചെന്ന് വഴിപാട് നടത്തുന്നത്? ഭഗവാനെ ഇപ്പൊ സന്തോഷം കിട്ടിക്കോട്ടെ. അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് കോപിക്കും, എനിക്ക് വേണ്ടതൊന്നും അദ്ദേഹം തരില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് സോപ്പിടാണ്. ഈ എന്താ ഉദ്ദേശ്യം? പലർക്കും പല ഉദ്ദേശ്യമാണ്. നമ്മൾ അതിനെയൊക്കെ പറയുന്നത് ഈശ്വര വിശ്വാസം എന്നാണ്. ഇതാണോ ശരിക്കുള്ള ഈശ്വര വിശ്വാസം? ശരിക്കുള്ള ഈശ്വര വിശ്വാസം എന്തെന്നറിയാമോ? എനിക്ക് എന്ത് വേണമെന്നുള്ളത് ഭഗവാന് നല്ലതുപോലെ അറിയാം, അദ്ദേഹം തരും, ഞാൻ മിണ്ടാതിരുന്നു. ഇങ്ങനെ അടങ്ങി കഴിയാൻ
കഴിവുള്ള എത്ര ഭക്തന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്ന് വെച്ച് നല്ലത് ചെയ്യേണ്ടത് ഈശ്വരന് കൊടുക്കുക. ഈശ്വര ഭാവം നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണ്ട ആ സർവേശ്വരന് വയറ് നിറയാൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കിട്ടാൻ. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. നമ്മൾ വഴിപാട് ചെയ്യുന്നത് ഈശ്വരൻ എന്ന പേരിലാണെങ്കിലും അതുകൊണ്ടുള്ള നന്മ നമുക്കാണ്. ആ സത്കർമ്മം കൊണ്ടുള്ള നന്മ നമുക്കാണ്. അത് ഈശ്വരന്റെ പേര് പറഞ്ഞ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം വ്യക്തികൾക്ക് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. പ്രപഞ്ചത്തിന്റെ നാഥൻ അധിപതി ഉണ്ടല്ലോ, ആ ഭഗവാന് വേണ്ടി കൊടുക്കാം. അപ്പോ എത്ര പിശുക്കരാണെങ്കിലും കുറെയൊക്കെ ഉദാരമായിട്ട് സംഭാവന കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതാണ് ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശ്യം. നാം ചെയ്യുന്നതൊക്കെ മറ്റൊരാൾക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. എന്തുകൊണ്ട്? കർമ്മവും കർമ്മഫലവുമാണ്. ഞാൻ നല്ലത് ചെയ്താൽ അതിൻ്റെ പുണ്യഫലം എനിക്കാണ്. അതുപോലെ ഞാൻ പാപം ചെയ്താൽ ആ പാപത്തിന്റെ ഫലവും എനിക്ക് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ ചെയ്ത പാപപുണ്യങ്ങളുടെ ഫലം വേറൊരാൾക്ക് കിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യം നല്ലപോലെ മനസ്സിലാക്കിയാൽ ഇവിടെ നാം ചെയ്യുന്നതൊക്കെ നമുക്ക് വേണ്ടിയാണ്, മറ്റാർക്കും വേണ്ടിയല്ല. പക്ഷെ ചിലരെ കൊണ്ട് ചിലത് ചെയ്യിക്കണമെങ്കിൽ ഈശ്വരന് വേണ്ടി, അല്ലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, സുഹൃത്തിന് വേണ്ടി, ഒന്നുമില്ലെങ്കിലും ലോകക്ഷേമത്തിന് വേണ്ടി. നമ്മുടെ ഭൂമാനന്ദ സ്വാമികൾ പറയും, പലരും അവരുടെ ജന്മനാളില് അമ്പലത്തിൽ അർച്ചനയും മറ്റുമൊക്കെ ചെയ്യാറുണ്ട്. പൂര നക്ഷത്രം, അത് ഇന്ന മാസം എന്ന് പറയും, ഒരു പേരും പറയും. ഈ വഴിപാട് നടത്തുന്നവരിൽ എത്ര പേര് ലോകക്ഷേമം, അല്ലെങ്കിൽ ആ പ്രതിഷ്ഠാമൂർത്തി ഉണ്ടല്ലോ, ആ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പത്മനാഭസ്വാമിക്ക് വേണ്ടി ഒരു നേർച്ചയോ ഒരു പൂജയോ അല്ലെങ്കിൽ ഒരു വഴിപാടോ, ആർക്ക് വേണ്ടി? എനിക്കോ എന്നെ ചേർന്ന് നിൽക്കുന്നവർക്കോ വേണ്ടിയല്ല, പത്മനാഭസ്വാമിക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു വഴിപാട് ചെയ്യില്ല. എല്ലാം തനിക്ക് വേണ്ടിയാണ്. പത്മനാഭസ്വാമി പോലും തനിക്ക് എന്തെങ്കിലും തരണം എന്നാണ്. അത് തരാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു. ഒരു ചെറിയ തേങ്ങ അടിച്ചിട്ട് ഒരു 10 ആവശ്യങ്ങളാണ്. ആ 10 ആവശ്യങ്ങളും വലിയ ആവശ്യങ്ങളാണ്. മകൾക്ക് കല്യാണം കഴിയണം, മകന് എഞ്ചിനീയറിംഗിന് സീറ്റ് കിട്ടണം, മകൾക്ക് മെഡിക്കൽ സീറ്റ്, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ബന്ധുക്കൾ പോട്ടെ, എനിക്ക് എൻ്റെ കുടുംബത്തിനും ആയുരാരോഗ്യ ഐശ്വര്യം വിജയം സമൃദ്ധി എല്ലാം വേണം. ഒരു തേങ്ങ അടിച്ചിട്ടാണ്. കാരണം മഹാഗണപതിയോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇത് മുഴുവൻ. എന്താ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഇതിലാണ് ഈ പ്രപഞ്ചം കിടന്ന് കറങ്ങുന്നത്. ഈ 2 ഭാവങ്ങളുടെ മധ്യത്തിലാണ്. അപ്പോ തുറവിക്ക് ഇത് പട്ടണമാണ്, ഇത് കാടാണ് എന്ന ദേശബോധമോ, ഇതെന്റെ ബന്ധുവാണ്, ഇത് അന്യനാണ് എന്ന വ്യത്യാസമോ തോന്നുകയില്ല. അയാൾ ജ്ഞാനഭ്രാന്ത് പിടിച്ച് ജീവബോധമറ്റ് സഞ്ചരിക്കുന്നു. അയാൾ ഒരു കണക്കിൽ ഭ്രാന്തനാണെന്ന് ഈ ജ്ഞാനികളെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. നമ്മൾ ഭ്രാന്തന്മാരാണെന്ന് ജ്ഞാനികൾ പറയുന്നു. നമ്മൾ ജ്ഞാനികളെ തിരിച്ച് ഭ്രാന്തനെന്ന് വിളിക്കുന്നു. നമ്മളും വിട്ടുകൊടുക്കുന്ന കൂട്ടരൊന്നും അല്ലല്ലോ. അപ്പോ ശ്രീരാമകൃഷ്ണദേവനെയൊക്കെ ആ പരിസരവാസികളൊക്കെ വിളിച്ചിരുന്നത് ഭ്രാന്തൻ എന്നാണ്. ആരോ എന്ന് പറഞ്ഞു, അങ്ങേ ഭ്രാന്തൻ എന്നാണല്ലോ ഈ പരിസരവാസികളൊക്കെ വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, വളരെ ശരിയാണ്, എനിക്ക് ഭ്രാന്തുണ്ട്. സാധാരണ മനുഷ്യർക്ക് ലൗകിക ഭ്രാന്ത്, എനിക്ക് ഈശ്വര ഭ്രാന്ത്, ഇതേ ഉള്ളൂ. ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ് വേറൊന്നിനെയും ചിന്തിക്കാതെ ഒന്നിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആ ഭാവത്തെയാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതൊരു തരം ഏകാഗ്രതയാണ്. ചില ഭ്രാന്തന്മാരൊക്കെ ഒരേ കാര്യം തന്നെ ഇങ്ങനെ പ്രവൃത്തോണ്ട് തുടങ്ങും. രാവിലെ പോയാലും അത് തന്നെ, ഉച്ചയ്ക്ക് ഇരുന്നാലും അത് തന്നെ, വൈകുന്നേരവും രാത്രിയിലും ഒക്കെ ഇതേ കാര്യം തന്നെ. അപ്പോൾ അദ്ദേഹം വലിയ ഏകാഗ്രതയുള്ളവരാണ്, പക്ഷേ ഭ്രാന്തനുമാണ്. മനസ്സിന്റെ ഓരോ തലങ്ങളെ ഒരു ജ്ഞാനി ഈശ്വരനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അതും ഏകാഗ്രത തന്നെയാണ്. അപ്പൊ അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു എന്നാണ്, മറ്റുള്ളവർക്കൊക്കെ വിഷയങ്ങളിൽ ഭ്രാന്ത്, എനിക്ക് ഈശ്വരനിൽ ഭ്രാന്ത്. 2 പേരും ഭ്രാന്തന്മാർ തന്നെയാണ്. അതുകൊണ്ട് അവര് വിളിക്കുന്നതിൽ കാര്യമുണ്ടെന്നാണ്, എതിർക്കാനൊന്നും പോണ്ടെന്ന്. അയാൾ ജ്ഞാനഭ്രാന്ത് പിടിച്ച് ജീവബോധമറ്റ് സഞ്ചരിക്കുന്നു. ചൂട് പിടിച്ച പാത്രം അടകൂടാതെ എന്ന് പറഞ്ഞാൽ അടപ്പില്ലാതെ, അതിനെ പിടിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങളില്ലാതെ നേരിട്ട് ആ ചൂടോടുകൂടി നമ്മുടെ കയ്യിലെടുത്താൽ ചൂട് സഖ്യമല്ലാതെ ഉടൻ താഴത്തിട്ട് കളയുന്നത് പോലെ താനിരിക്കുന്ന ഗൃഹം തനിക്ക് ദുഃഖകരമെന്ന് കണ്ടാൽ ഉത്തമ പക്വൻ അതിനെ തത്ക്ഷണം ത്യജിക്കുന്നു. അയാൾ കൂടുതലൊന്നും ആലോചിക്കില്ല.
അയാൾക്ക് പൊള്ളി തുടങ്ങിയില്ല. വിരക്തി എന്ന് പറയുന്നത് വിഷയങ്ങൾ കൊണ്ടുള്ള പൊള്ളലാണ്. അവിടെ പിന്നെ നമ്മൾ ഇടംബലം നോക്കില്ല, ചാടി പുറത്ത് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഇപ്പോ ത്യാഗം സാധ്യമാകുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെന്താ കാരണം? ഇനിയും പൊള്ളിയിട്ടില്ല. അത് തന്നെയാണ് കാരണം. ഇനിയും പൊള്ളിയിട്ടില്ല. ഇതിന്റെ ഇടയ്ക്ക് ഇനിയും ചില സുഖങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ നക്കി തുടച്ച് തീർന്നിട്ട് ഇവിടുന്ന് പോവാം. നടപ്പില്ല കൂട്ടര്. പലപ്പോഴും ഈ വിരക്തി പൊടുന്നനവയാണ് വരുന്നത്. വലിയ കുബേരനായിരിക്കും, കുബേരതുല്യനായി ജീവിക്കുന്ന ആളായിരിക്കും, ചക്രവർത്തിയായിരിക്കും. ഈ നിസ്സംഗത വരാൻ അധിക സമയമൊന്നും വേണ്ട. അത് പടിപ്പടിയായി വളർന്നു വരുന്ന ഒന്നുമല്ല. ചെടി വളർന്നു വരുന്നത് പോലെ ഓരോ ദിവസം കഴിയും തോറും വിരക്തി വളർന്നു വരും. അങ്ങനെ വരുന്നതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതൊന്നും ഫലപ്രദമാവാൻ പോകുന്നില്ല. ഈ പതുക്കെ വളർന്നു വരുന്നത് ചെടിയുണ്ടല്ലോ, ഒരു കന്നുകാലി വന്ന് വാ വെച്ച് കഴിഞ്ഞാൽ അപ്പം തീർന്നു. ഈ പതുക്കെ വളർന്നു വരുന്ന വിരക്തി നഷ്ടമാകാൻ അധിക സമയമൊന്നും വേണ്ട. അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. പൊടുന്നനവേ വരുന്ന വൈരാഗ്യം, അത് നമ്മൾ പറയാറുണ്ട്. ശ്മശാന വൈരാഗ്യം, പ്രസവ വൈരാഗ്യം, പുരാണ വൈരാഗ്യമല്ല, നമ്മൾ 3 വൈരാഗ്യം പറയുമല്ലോ. പ്രസവ വൈരാഗ്യം, ശ്മശാന വൈരാഗ്യം, ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ, മറന്നുപോയി. പോട്ടെ, എന്തോ 2 വൈരാഗ്യത്തിന്റെ പേര് കിട്ടിയല്ലോ. അതൊക്കെ താൽക്കാലികങ്ങളാണ്. പക്ഷേ ആ താൽക്കാലികമായി ഉണ്ടാവുന്നതിന് ശാശ്വതമായ സ്ഥിതിയില്ല. അത് ക്ഷണികമായിരിക്കും, പെട്ടെന്ന് നമ്മ വിട്ടകലും. അപ്പൊ ഇവിടെ പൊള്ളിയാലും പോരാ, ഉള്ളിൽ പാകതയുണ്ടെങ്കിലേ ത്യജിക്കാൻ പറ്റൂ. കാരണം എന്താ? നമ്മൾ ചിലപ്പോൾ ഒരു ഗ്ലാസ് പാൽപ്പായസം, നല്ല ചൂടുള്ള പാൽപ്പായസം നമ്മളിങ്ങനെ വാങ്ങിച്ചു കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വാങ്ങിച്ചു. കൈ തൊട്ടപ്പോൾ ഭയങ്കര ചൂട്. ഒന്നുകിൽ തറയിടും, അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും വെക്കും. ചില ആശാന്മാരുണ്ട്, അടുത്തിരിക്കുന്നവന്റെ കൈ കൊടുത്തു ഇതൊന്ന് പിടിച്ചേന്ന്. അയാളെന്താ വിചാരിക്കുന്നത്? മുണ്ട് വല്ലത് അഴിഞ്ഞു പോയി കാണും, കൊടുക്കാനായിരിക്കുന്നു വിചാരിച്ചു. അവൻ തൊടുമ്പോഴേ അവന്റെ കൈ കൊടുക്കും. പലതരം ആൾക്കാരാണ് അടുത്തവന്റെ കൈ കൊടുത്തു പോയി. കാരണം എങ്ങനെയെങ്കിലും ആ ദുഃഖത്തിൽ നിന്ന് താൻ രക്ഷപ്പെടണം. അതുകൊണ്ട് വേറെ ദുഃഖം വന്നാലും കുഴപ്പമില്ല എന്നാണ്. തനിക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മോചനം കാണണം. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും വെച്ചു എന്നിരിക്കട്ടെ, അത് അവിടെ ഇരിക്കുകയാണ്. ഞാൻ നിസ്സംഗത കൊണ്ടാണോ അതവിടെ വെച്ചത്? ആറട്ടെ, അത് കഴിഞ്ഞ് കുടിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇതുപോലെ ചില വൈരാഗ്യം വരും. എന്തെങ്കിലും കടുത്ത ദുഃഖം വരുമ്പോ ഒന്നും വേണ്ട, ഇതൊക്കെ വലിയ ദുരിതമാണ്, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി 2-3 ദിവസമൊക്കെ ആളിനെ കാണത്തില്ല. വീട്ടുകാരൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. 4-ാം ദിവസം രാവിലെ നോക്കിയപ്പോൾ ആശാൻ വീട്ടിൽ തിരിച്ചു വന്നു. എന്താ? അപ്പോഴത്തേക്കുള്ള ആ ഒരു ദേഷ്യവും വെറുപ്പും ഒക്കെ പോയി. ആ വൈരാഗ്യം 3 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന വൈരാഗ്യമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ വൈരാഗ്യത്തിന്റെ ശക്തിയൊക്കെ കുറഞ്ഞു. ആശാൻ വീണ്ടും വീട്ടിലേക്ക് വന്നു. തമിഴിലൊരു ചൊല്ലുണ്ട്, പഴയ കുരുടി കഥവത്തോറ. ഒരാളുടെ ഭാര്യ, അയാൾ കുരുടനാണോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, കുരുടനല്ല എന്ന് വിചാരിക്കാം, ഭാര്യ കുരുടിയാണ്, കാഴ്ചശക്തിയില്ല. ഭാര്യയുമായിട്ട് എന്തോ ഒരു കാര്യത്തിൽ തർക്കിച്ച് പിണങ്ങി ഇയാൾ വീട്ടിൽ പോയി. ഊണ് സമയത്തെങ്ങാണ്ടാണ് ഈ വഴക്ക് നടന്നത്. ഇദ്ദേഹം ഊണ് കഴിക്കാൻ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് വഴക്ക് വന്നത്. വഴക്കിന് കാരണം എന്തെന്നറിയാമോ? ദിവസേന കീരക്കറിയാണ്, ചീരയാണ് അവിടെ. കാരണം പാവങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണല്ലോ, അപ്പോൾ അല്പം ചീര പറിച്ച്, അതാണ് ദിവസം ഒരേ കറിയാണ്. ആ ദിവസം ഒരേ കറി കൂട്ടി മടുത്ത് ചോറ് വിളമ്പി കറി ഇന്നെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചീരയുടെ കറി തന്നെ കൊണ്ടിട്ടത്. ഇന്ന് ചീരക്കറിയാണോ? എടുത്ത് ചോരയിൽ ഒരൊറ്റ ഏറും ആ പാത്രത്തോടു കൂടെ ആ ചീര മുഴുവൻ ഭിത്തിയിലായി. എന്നിട്ടാണ് ഇറങ്ങിപ്പോയത് ആശാൻ. ഊട് കഴിക്കാൻ തുടങ്ങിയില്ല. അപ്പം മുതലേ വിശന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരന്ധയായതുകൊണ്ട് അയാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ശക്തിയില്ല. ഇവർ വീട്ടിൽ തന്നെ ഇടും. ആശാൻ പുറത്തു പോയി അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു, ഒന്നും കിട്ടിയില്ല. നല്ല വിശപ്പ്. 4 മണി, 5 മണി, 6 മണി, സന്ധ്യയായി. 7 മണിയായപ്പോൾ വീട്ടിൽ വന്ന് കഥയിൽ മുട്ടി. ഭാര്യ വന്ന് കഥ തുറന്നു. ആദ്യം ചോദിച്ചു, ആരാണ്? ഞാൻ തന്നെ. ഞാനെന്ന് പറഞ്ഞാൽ നിന്റെ കെട്ടിയോ? ആ കഥ തുറക്കും. എന്നിട്ട് ഈ വൈകുന്നേരം ഒരു 7 മണിക്ക് വന്നിട്ട് കഥയിൽ മുട്ടി. ഭാര്യ കഥ തുറന്നു. എന്നിട്ട് ഭാര്യ ഒരു വഴക്ക്. ശവത്ത് കീഴിയെ വഴിച്ചു പോടുന്ന ഈ സുണകെട്ട മൂതേരി, ഞാൻ ഉച്ചയ്ക്ക് ദേഷ്യം കൊണ്ട് ചോരിൽ എറിഞ്ഞല്ലോ ആ കീരക്കറി, അതിനെ കൈകൊണ്ട് വഴിച്ച് എനിക്ക് വിളമ്പുന്നു. എന്നിട്ട് ഭാര്യ വിളിക്കുന്നത് എന്താ? ചുണകെട്ട മൂതേരി, ചുണയില്ലാത്ത മൂതേരി. അതായത് നാണം കെട്ട്. നേരത്തെ വലിയ വീമ്പിളക്കി നടന്ന ആളാണ്. ഇപ്പൊ എന്താ? വിശപ്പ് വന്നപ്പോ എല്ലാം പോയി. തമിഴിലൊരു ചൊല്ലുണ്ട്, പശി വന്നിടം 10 പറക്കും. ആ 10 വീര്യം, ശൗര്യം, ക്ഷമ, അങ്ങനെ ഒരു 10 ഗുണങ്ങളാണ്. വിശപ്പ് വന്നു കഴിഞ്ഞാൽ ഈ പ്രൗഢി, കുലമഹിമ, ഇതെല്ലാം പോവും. ഞാൻ ആരുടെ മുമ്പിലും കൈനീട്ടില്ല,
കൈ നീട്ടാത്തതിന് കാരണം നിങ്ങൾക്ക് ഇതുവരെ ശക്തമായ വിശപ്പ് വന്നിട്ടില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ നിങ്ങളും കൈ നീട്ടി ഭിക്ഷയായിരിക്കും, ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ കക്കും. വിശപ്പെന്ന് പറയുന്നത് അത്ര ഭയാനകമാണ്. അപ്പോൾ പറഞ്ഞതാണ്, ശവത്ത് കീരയെ വഴിച്ചു പോടിടി ശുണകെട്ട മൂദേവി. അപ്പൊ അതായാലും മതിയെന്ന്, ആ ചീരയായാലും മതി, ചോരലുള്ള ആ മണ്ണുമൊക്കെ ആയി, എന്നാലും മതി, എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്ന്. ചൂട് പിടിച്ച പാത്രം അടകൂടാതെ കയ്യിലെടുത്താൽ ചൂട് സഖ്യമല്ലാതെ എന്ന് പറഞ്ഞാൽ സഹിക്കവയ്യാതെ ഉടൻ താഴത്തിട്ട് കളയുന്നത് പോലെ താനിരിക്കുന്ന ഗൃഹം തനിക്ക് ദുഃഖകരമാണെന്ന് കണ്ടാൽ ഉത്തമ പക്വൻ, നല്ല വിരക്തൻ, വിവേകി അതിനെ തത്ക്ഷണം ത്യജിക്കുന്നു. അദ്ദേഹത്തിന് പിന്നെ കൂടുതലൊന്നും ആലോചിക്കാനില്ല, വീട് വിട്ട് ഇറങ്ങുക. നിജഗൃഹാത് പൂർണ്ണം വിനിർഗമ്യത എന്ന് ശങ്കരാചാര്യസ്വാമികൾ ഉപദേശ മധ്യരത്നത്തിൽ പറഞ്ഞതുപോലെ ആ ഗൃഹത്തിൽ തുടർന്നുള്ള വാസം അവന് ഒരിക്കലും ഗുണപ്രദമാകയില്ലെന്ന തോന്നൽ ഉത്തമ വ്യക്തിക്കുണ്ടാകുന്നു. ഈ ഗൃഹത്തിൽ ഞാൻ ഇനിയും കൂടുതൽ കാലം താമസിച്ചാൽ അതുകൊണ്ട് എനിക്കും പ്രയോജനമില്ല, കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകും. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഈ പ്രപഞ്ച ജീവിതത്തിൽ നിന്ന്, സംസാര ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പൊ അവിടെ ഈ സ്വാർത്ഥതയാണ്, താൻ രക്ഷപ്പെടണം. അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ, വെള്ളത്തിൽ വീണ ഒരാൾ ആദ്യം സ്വയം രക്ഷപ്പെട്ടതിന് ശേഷമേ മറ്റൊരാളെ രക്ഷിക്കാൻ പറ്റൂ. താൻ തന്നെ മുങ്ങിയും പൊങ്ങിയും കഴിയുമ്പോൾ വേറൊരാളെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? അതുകൊണ്ട് ഫസ്റ്റ് സേവ് യുവർ സെൽഫ് ആൻഡ് ദെൻ സേവ് അതേഴ്സ്. ആദ്യം നിങ്ങളെ സ്വയം രക്ഷിക്കൂ, എന്നിട്ട് മറ്റുള്ളവരെ രക്ഷിക്കൂ. ഈ സ്വയം രക്ഷിക്കുക എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ലേ എന്നാണ് പലരുടെയും ചോദ്യം. സ്വാർത്ഥതയാണ്. പക്ഷെ ആ സ്വാർത്ഥത ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അതും കൂടെ ആലോചിക്കണം. അപ്പൊ ആ ആദ്യത്തെ സ്വാർത്ഥതയെ അംഗീകരിക്കുകയേ നിവർത്തിയുള്ളൂ. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.